പ്രിയപ്പെട്ടവരെ നമസ്കാരം. എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ. അപ്പോൾ വിഷുവിൻ്റെ അന്നും നമ്മൾ പ്രതികരണമായിരുന്നു ഈസ്റ്ററിൻ്റെ ഒന്നും. അത് അന്നത്തെ ദിവസമായ കാരണമാണ് കേട്ടോ. നമ്മൾ ഈസ്റ്റർ ഞായറാഴ്ച അല്ല, തിങ്കളാഴ്ച വീഡിയോ ഇടണമെങ്കിൽ കുഴപ്പമില്ല. ആദ്യത്തെ കമൻറ്റ് കേട്ടാ, മീന സതീഷ്. അജു സരിത, നിങ്ങളുടെ എല്ലാ വീഡിയോസും കാണാറുണ്ട്, വളരെ ഇഷ്ടമാണ്. പക്ഷേ ഈ വീഡിയോ കണ്ടപ്പോൾ പറയാൻ വാക്കുകളില്ല. അതേന്നറിയോ, ഒളപ്പമണ്ണ മന ശ്വാസം വിടാതെ കണ്ടു എന്നൊക്കെ പറയില്ലേ, അതാണ് ഉണ്ടായത്. ഓരോരോ കാര്യങ്ങൾ രാജേട്ടൻ പറഞ്ഞു തന്നപ്പോൾ നേരിൽ കണ്ട പ്രതീതി. നമ്മുടെ കുട്ടി തമ്പുരാൻ ജഗന്നാഥൻ ആരും പറയാതെ ആ ലൈറ്റ് ഓഫ് ചെയ്തപ്പോൾ സന്തോഷം തോന്നി. പാലക്കാട്ടുകാരിയായി ഞാൻ ലജ്ജിക്കുന്നു, ഇതുവരെ ഇതൊന്നും കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത്. പണ്ടത്തെ തമ്പുരാക്കന്മാരെയും അവരുടെ ജീവിതവും ഒക്കെ ഭാവനയിൽ കണ്ടു. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ജഗു ആ ലൈറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഓഫ് ചെയ്യാനായിട്ട് കാത്തിക്കണത് കാണാല്ലേ. ഞാൻ ഈ കമന്റ് കണ്ടപ്പോഴാണ് ആ ഭാഗം ഒന്നുകൂടി എടുത്ത് കണ്ടോക്കിയത്, എവിടെയാണോ പോയിച്ചിട്ട്. അപ്പോൾ നോക്കിയപ്പോൾ അവിടെ വന്നപ്പോൾ വെളിച്ചം കുറവാണെന്ന് കണ്ടപ്പോൾ അവനറിയാലോ, അത് നമ്മൾക്ക് ഇപ്പോൾ ഇത്രയും നാളായിട്ട് വീഡിയോ എടുക്കാൻ തുടങ്ങിയത് കൊണ്ട് വെളിച്ചം കുറവാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ലൈറ്റ് ഇടണതും അല്ലെങ്കിൽ പിന്നെ ശബ്ദം സംസാരിക്കുമ്പോൾ നമ്മുടെ ശബ്ദം ക്ലിയർ ആവണമല്ലോ. അപ്പോൾ ഫാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഓഫാക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവൻ കണ്ടേ. അപ്പോൾ ലൈറ്റ് ഓണാക്കി, അത് നമ്മൾ കഴിഞ്ഞ് പോരുമ്പോൾ ലൈറ്റ് ഓഫാക്കുകയും ചെയ്തു. സേവ് എനർജി. ജിഷ സന്തോഷ്. വിവരിക്കാൻ വാക്കുകളില്ല, മനോഹരം. സരിതയുടെ കവിതാലാപനത്തിന്റെ പശ്ചാത്തലത്തിൽ മന കാണിക്കുന്ന സീൻ അത്രമേൽ ഹൃദ്യം. അഭിനന്ദനങ്ങൾ. എന്തായാലും നിന്റെ സരിതയുടെ കവിത ഗംഭീരമായിട്ടുണ്ടെന്നുള്ള അഭിപ്രായമാണ്. കുറേ പേര് കവിതനെ പറ്റിയിട്ട് പൂർത്തി പറഞ്ഞിട്ടുണ്ട്. ആ കവിത ഭയങ്കര അർത്ഥമുള്ള കവിതയാണ്. എന്തോരാകെ കുറച്ചുള്ളൂ ആ കവിത, പക്ഷെ അതിൽ കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒക്കെ ഇതുപോലെയാ. കുഞ്ഞുണ്ണി മാഷിൻ്റെ ആകെ ഒരു വരിയിൽ കുറേ അർത്ഥം ഉണ്ടാവില്ല എന്ന പോലെ. അത് വളരെ ഒരു കുഞ്ഞു കവിതയാണ്, അതിൽ പക്ഷെ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഉമാമോഹൻ. ഇന്നത്തെ വീഡിയോ വളരെ മനോഹരമായിരുന്നു, കണ്ണിനും മനസ്സിനും കുളിർമയുള്ള വീഡിയോ. രാജേട്ടൻ അത് നന്നായി വിവരിച്ചു തന്നു. സരിതയുടെ കവിത അതിമനോഹരം. ഭാഗ്യമുണ്ടെങ്കിൽ ഒരു ഫെബ്രുവരി 23 താലപ്പൊലിക്ക് പോകാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ പ്രതീക്ഷിക്കുന്നു. ഇനിയും കാര്യങ്ങൾ നന്നായി പക്വതയോടെ വിവരിച്ചെന്ന് രാജേട്ടൻ നമസ്കാരം. ചെറുപ്പുളശ്ശേരിയിലേക്ക് ജോജി ചേച്ചി കൊണ്ടാക്കാൻ പോയതാണോ ജഗ്ഗുക്കുട്ട? ഇതൊക്കെ ജഗ്ഗുക്കുട്ട ഇതൊക്കെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായല്ലോ. ഞങ്ങള് ജ്യോതി ചേച്ചിനെ കൊണ്ടുവരാനായിട്ട് രാവിലെ പോവും. രാവിലെ അവിടെ എത്തിയിട്ട് മന ഷൂട്ട് ചെയ്തതിന് ശേഷം ആളെയും കൊണ്ട് ഇങ്ങോട്ട് പോരാന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജ്യോതി ചേച്ചിക്ക് വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ നാളെ പുലർച്ചെ ഇവിടെ നിന്ന് ഇറങ്ങും, എന്നിട്ട് ഞങ്ങൾ ഒരു മന അവിടെ അടുത്തുണ്ട്, അത് ഷൂട്ട് ചെയ്തിട്ട് അങ്ങോട്ട് വരുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ജ്യോതി ചേച്ചിയാണ് പറഞ്ഞത്, നിങ്ങൾ എന്തിനാ അങ്ങനെ വരാൻ നിൽക്കണേ, നിങ്ങൾ ഇന്ന് തന്നെ പോരൂ, എന്നിട്ട് ഇവിടെ എൻ്റെ കൂടെ ഒരു ദിവസം താമസിക്കി, എന്നിട്ട് നിങ്ങൾക്ക് അപ്പോൾ ഇവിടെ നിന്ന് കുളിച്ച് ഫ്രഷായിട്ട് പോവാലോ. അപ്പോൾ യാത്രയുടെ ക്ഷീണമൊന്നും ഇല്ലാണ്ട്. അജു അല്ല ഡ്രൈവ് ചെയ്യണം, അപ്പോൾ ഇവിടെ വരെ ഡ്രൈവ് ചെയ്ത് അപ്പം തന്നെ വീണ്ടും തിരിച്ചു അന്നത്തെ ദിവസം തന്നെ പോകാനൊക്കെ നിൽക്കണ്ടേന്ന് പറഞ്ഞപ്പോഴാണ് ചേട്ടൻ പറഞ്ഞത് ശരിയാണല്ലോ, നമുക്ക് അന്ന് ഇന്ന് തന്നെ പോകാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം പോയി. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി, അവിടെ നിന്നു. അങ്ങനെ പിറ്റേ ദിവസം ഷൂട്ട് ചെയ്തു. അടുത്ത അനിത പ്രവീൺ. ഹരിവന്ദനം. ഗുഡ് മോർണിംഗ് അജുവേട്ടൻ, സരിതേച്ചി, ജഗ്ഗു. പാലക്കാടിൻ്റെ വശ്യസൗന്ദര്യമായ ഒളപ്പമണ്ണ മന അതിഗംഭീരം, വളരെ മനോഹരമായി ഓരോ സ്ഥലവും അതിഗംഭീരമായി പകർത്തിയ വീഡിയോഗ്രാഫറിനൊരു ബിഗ് സല്യൂട്ട്. ഇനിയും ഇതുപോലുള്ള രസകരമായ പുതിയ വെറൈറ്റി വീഡിയോയ്ക്കായി കാത്തിരിക്കുന്നു. മനയെക്കുറിച്ച് എന്ത് രസമായിട്ടാണ് ആ ചേട്ടൻ പറയുന്നത്. നല്ല മനോഹരമായ കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന മനോഹരമായ കാഴ്ച. വളരെ മനോഹരം. നിങ്ങളുടെ 3 പേരുടെയും ഡ്രസ്സും സൂപ്പറായിരുന്നു. ചേച്ചിയുടെ പാട്ട് സൂപ്പർ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പൊളിച്ചു, എല്ലാം കൊണ്ടും ഗംഭീരമായ വീഡിയോ. ചേച്ചിക്കുട്ടിക്കും ചേട്ടൻകുട്ടനും ജഗ്ഗുമോനും ക്യാമറ കുട്ടിക്കും എൻ്റെ വക അഡ്വാൻസ്ഡ് ഹാപ്പി വിഷു. ഇത് വായിക്കുമോ അടുത്ത കമൻസിൽ? ഗോഡ് ബ്ലസ് യു. ഇത് വിഷുവിന് മുന്നിട്ട് ആ വീഡിയോ ആയിരുന്നു കമന്റ്. പക്ഷേ വിഷു വീഡിയോയിൽ നമ്മൾ ഈ വീഡിയോയിലത്തെ കമന്റ്സ് വായിച്ചിരുന്നില്ല. ശനിയാഴ്ചയാണ് നമ്മൾ ഈ വീഡിയോ ഇട്ടതേ. ഏത് ഈ മനര വീഡിയോ ഇട്ടത് ശനിയാഴ്ചയാണ് നമ്മൾ കമന്റ് വായനേരെ വീഡിയോ എടുത്തത്. അപ്പൊ അതുകൊണ്ടാണ് അന്നത്തെ കമന്റ് എടുക്കാൻ. അടുത്തത് സജിമോൾ. ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെ കമന്റ് ഇടാതിരിക്കുക? രാജേട്ടൻ സൂപ്പറാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ അനുഭവങ്ങൾ പറയുമ്പോൾ ഞാനും മനസ്സിൽ കണ്ടു പഴയ കാലം. ഒരു സുഖമാണ്, വേനലും മഴയും എല്ലാം. ഇപ്പോഴത്തെ മക്കൾക്കെല്ലാം ഇതൊന്നും അറിയില്ല. പറയുമ്പോൾ ചോദിക്കും, പഴയകാലം എന്ത് രസം, ഫോൺ ഉണ്ടായിരുന്നോ, KFC ഉണ്ടായിരുന്നോ എന്നൊക്കെ. ഇതൊന്നും ഇല്ലാതെ എന്ത് രസം എന്ന്. ഇതെല്ലാം കാണിച്ചു തന്ന നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം. അതിന് ആ കാലഘട്ടത്തിൻ്റെ എന്തൊന്നും കുട്ടികൾക്ക് പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല. അത് നമ്മൾ അനുഭവിച്ചവർക്ക് നമ്മളെന്തായാലും ഭാഗ്യം ചെയ്തു വരാം, നമുക്ക് അതൊക്കെ അനുഭവിക്കാൻ പറ്റിയില്ലേ. ആ കാലഘട്ടവും ഈ കാലഘട്ടം ഒക്കെ. പിന്നെ 55 കൊല്ലത്തെ അനുഭവങ്ങൾ ഉണ്ടാവില്ല അവിടെ നിന്നിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല, ഒരു ഡീക്കേഡ്, ഒരു നൂറ്റാണ്ട്, പിന്നെ അടുത്ത മില്ലേനിയം, അതിലേക്ക് കിടക്കണത് എല്ലാം അതും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ലേ.
നമ്മൾ 90 കിഡ്സ് 80 കിഡ്സിന് 90 കിഡ്സ് അല്ല 80 കിഡ്സ് ആയിക്കോട്ടെ, എന്നാലും ചേട്ടന് 70ക്ക് മുന്നാണ് 1969 ഞാൻ 69 ഡിസംബർ അല്ലേ? എന്തുട്ടായാലും അപ്പൊ അവസാനമായില്ലേ 69, ഒരു കുറച്ചും കൂടി നീങ്ങി ചേട്ടൻ 70 ആവണ്ടല്ലായിരുന്നേ. അടുത്തത് ശ്രുതി പ്രദീപ്. ഇങ്ങനെയുള്ള മനകൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമാണ്. ഓരോ സ്ഥലവും കാണുമ്പോൾ പണ്ട് അവരൊക്കെ ഇവിടെ ജീവിച്ചിരുന്നതല്ലേ എന്നൊക്കെ ഓർക്കും, മനസ്സിൽ കാണും. ഞങ്ങളവിടെ നടക്കുമ്പോ അത് ആലോചിച്ചോടണം. അത് തന്നെ, അവിടെ എത്ര പേര് ഇങ്ങനെ കണ്ടമാനം പേര് ജീവിച്ചിരുന്നു. അത് നമ്മുടെ കണ്ണിയോടെ ഇങ്ങോട്ട് പോവും നമ്മളിങ്ങനെ നടക്കുമ്പോഴേ. ഇനി എനിക്ക് ആഗ്രഹമുള്ളത് മറ്റേതാണ്. മറ്റേത് നമ്മുടെ മറ്റേ കോട്ടയില് ചെർപ്പളശ്ശേരി കോട്ടയില്ലേ, കോട്ട ഇംഗ്ലീഷ് പാലസ് ഇല്ലേ? ഏത് കോട്ട? മറ്റേ ഈ ബേക്കൽ കോട്ടയാ? അല്ലാന്ന് ബക്കിംഗ്ഹാം പാലസ് എന്നൊക്കെ പറയാം. അതല്ല, ലണ്ടനിലാണ്. അതല്ലാന്ന് ഈ വെസ്റ്റേൺ പാലസുകളില്ലേ, ഒരു ഇംഗ്ലീഷ് സിനിമ കണ്ടിട്ടില്ലേ, ഹൊറർ മൂവീസിലൊക്കെ അങ്ങനത്തെ കോട്ടയുടെ ഉള്ളൊക്കെ കാണുന്നുണ്ട്. കാണാൻ വലിയ സംഭവമൊന്നുമില്ല. അതായത് അതിന്റെ ഉള്ളിൽ കേറി കഴിഞ്ഞാ ആകെ വഴി തെറ്റണം, ഒന്നും മനസ്സിലായി. ഹോട്ടലിന്റെ ഉള്ളിൽ പോയപ്പോ വഴി തെറ്റില്ലേ? വഴിയൊന്നും അതല്ല, അതൊക്കെ വെളിച്ചുണ്ട്, ഇരുട്ടുള്ള സ്ഥലമാവണം. അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി ഇടനാഴികളിൽ കൂടെ ഒക്കെ ഇങ്ങനെ പോകണം, ഒറ്റയ്ക്കായിരിക്കണം. നമ്മൾ 2-3 പേരൊക്കെ ഉണ്ടാവും, പക്ഷെ 2-3 പേരും 3 വഴിക്ക് പോയി എന്ന് വിചാരിക്കും. എന്നിട്ട് ഞാനിങ്ങനെ പോവാ, എനിക്ക് വഴിയൊന്നും അറിയാണ്ട് ഞാൻ എന്നിട്ട് തിരിച്ചു വരാൻ പറ്റാണ്ട് കിടന്ന് കറങ്ങ അതിൻ്റെ ഉള്ളിൽ. ആ സമയത്ത് ഒരു ടെൻഷനും പേടിക്കില്ല, അതൊക്കെ അനുഭവിക്കാനായിട്ടൊരു രസം. എന്തൊരു കാര്യം, മനുഷ്യന്മാര് ടെൻഷനും പ്രശ്നങ്ങളും അല്ലെങ്കിൽ അകപ്പെട്ടു പോയി നമ്മൾക്ക് ആരും രക്ഷപ്പെടാനില്ലാണ്ടുള്ള അവസ്ഥയിലൊക്കെ പെടാണ്ടിരിക്കാനാണ് മനുഷ്യന്മാരായിരിക്കുക. ഇവിടെ അങ്ങനെ ആഗ്രഹിക്കുന്നത് അല്ല. അത് അങ്ങനത്തെ ഓരോ സിനിമകളൊക്കെ കണ്ട് ഈ സർവൈവൽ ത്രില്ലറൊക്കെ കണ്ടിട്ട് അങ്ങനത്തെ സിനിമകൾ അങ്ങനത്തെ സിനിമകൾ ഇന്ന് കാണുകയാണ്. അപ്പൊ നമ്മൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പെട്ട് കഴിഞ്ഞാൽ എങ്ങനെയോ രക്ഷപ്പെടാ? രക്ഷപ്പെട്ടില്ലെങ്കിലോ ഇതൊക്കെ പറയാൻ ആളുണ്ടാവും. രക്ഷപ്പെടണ്ട, ആയിക്കോട്ടെ, നമ്മളിപ്പോ എങ്ങനെ ചാവാന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അത് നോക്കിട്ട് കാര്യം, ഇതൊന്നും തർക്കിക്കേണ്ട വിഷയങ്ങളല്ല. എന്റെ ഒരു കുഞ്ഞാഗ്രഹം പറഞ്ഞ ഒരിക്കലും നടക്കാത്തത്. ആഗ്രഹങ്ങളല്ല ഇതിനൊക്കെ തല്ലുകൊള്ളിത്തരം പറയാല്ലേ, ആഗ്രഹങ്ങൾ പറയാൻ പറ്റില്ല. ദുരാന്തരാണ് ആഗ്രഹമാണോ? അടുത്തത് സു ഇത്രയുള്ളൂ 84713. പേരെന്തുരാന്ന് അറിയില്ല ചേട്ടാ. സൂപ്പർ, എല്ലാവർക്കും കയറി കാണാൻ പറ്റുമോ? ജാതി മത വ്യത്യാസമില്ലാതെ എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട്. അജു സരിത, 6-ാം തമ്പുരാൻ ജഗന്നാഥൻ സൂപ്പർ. അമ്മയുടെ ബാഗ് ചുമന്ന് മടുത്തു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവിടെ ആർക്കും കയറാം. അതെന്തിനാണ് വേണ്ടത്? അവിടെ ആർക്കും കയറാം, അവിടെ കുഴപ്പമൊന്നുമില്ല. ആരും ജാതി മതം ചോദിക്കാറില്ല. അതെ, ഇപ്പൊ ഈ ഷൂട്ടിംഗ് ഒക്കെ നടക്കുമ്പോ ഒക്കെ ഹിന്ദുക്കൾ മാത്രമാണോ ഷൂട്ടിങ്ങിന്റെ ക്രൂവിലുണ്ടാവുക? അപ്പൊ അതൊന്നും അവിടെ പ്രശ്നമുള്ള കാര്യമല്ല. ജഗ്ഗുന രാജേട്ടന് ഭയങ്കര ഇഷ്ടമായി. അത് കഴിഞ്ഞിട്ട് പേര് ചോദിച്ചു, പേര് ജഗന്നാഥൻ എന്നും കൂടി കേട്ടപ്പോ അതിനേക്കാളും ഇഷ്ടമായി. ഇടയ്ക്കിടയ്ക്ക് ജഗന്നാഥ് എന്ന് വിളിക്കായിരുന്നു. പിന്നെന്തുട്ടാ, ശരത് സി ബി ബാബു, മനസ്സ് നിറഞ്ഞ് കണ്ട ഒരു എപ്പിസോഡ്. എൻ്റെ വിദ്യാലയം എന്നാണ് ഈ കവിതയുടെ പേര്. മരിക്കുവോളം ഞാൻ ഈ കവിത മറക്കില്ല. തിങ്കളും താരങ്ങളും തുവള്ളി കതിർ ചിന്നും എന്ന് തുടങ്ങുന്ന വരികൾ കല്ലിൽ കൊത്തിവെച്ച പോലെ മനപ്പാടമാണ് ഈ കവിത. 5-ാം ക്ലാസ്സിലാണ് ഞാൻ ഈ കവിത പഠിക്കുന്നത്. ഒളപ്പമണ്ണയുടെ കവിത കാണാതെ പഠിച്ചു കൊണ്ടുവരുന്നവർക്ക് സമ്മാനമുണ്ടെന്ന് ടീച്ചർ പറഞ്ഞപ്പോൾ അന്ന് പഠിച്ച് ടീച്ചർക്ക് ചൊല്ലിക്കൊടുത്ത കവിത. ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ ശരിക്കും മനസ്സ് നിറഞ്ഞ് ഒരുപാട് സ്നേഹത്തോടെ ഇഷ്ടത്തോടെ ശരത്ത്. 1-ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. പല നാളുകൾ ഞാനൊരു പുഴുവായി പഴക്കൂട്ടിൽ ഉറങ്ങി, ഇരുളും വെട്ടവും അറിയാതങ്ങനെ ഇരുന്ന് നാളുകൾ നീക്കി. അത് പഠിച്ചിട്ടില്ലേ? അരളിച്ചെടിയുടെ ഇലതന്നടിയിൽ അരുമച്ചിങ്ങിണി പോലെ വിഷും കാറ്റത്തിളകി തുള്ളി വീഴാതങ്ങനെ നിന്നു. അത് ചിത്രശലഭം പ്യൂപ്പയെന്ന് ഇങ്ങനെ വരുന്ന പഠിച്ചിട്ടില്ലേ അല്ലേ? തിങ്കളും താരങ്ങളും തുവള്ളി. പിന്നെ അതുപോലെ വേറൊരു കവിത ഉണ്ടായിരുന്നു, പഠിച്ചു തീർന്നാൽ പള്ളിക്കൂടം വിട്ടു കഴിഞ്ഞെന്നാൽ പറയുക പിന്നീട് എന്തൊരു പണിക്ക് പോകും നീ. അങ്ങനെ അതായത് ഒരു ടീച്ചർ ചോദിക്കുകയാണ്, അപ്പോൾ ഒരു കുട്ടിക്ക് പട്ടാളക്കാരനാവണം എന്ന് പറയുന്നത്, നാടിനെ സേവിക്കുന്ന ഒരു കുട്ടി കർഷകനാവണം എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു കവിത ഉണ്ടായിരുന്നു കൂട്ടാ. പിന്നെ ഞാൻ പറയാം, പിന്നെ മറ്റേത് പൈങ്കിളിയേ കളിയാടിയിടാൻ വരുമോ നീ,
ഒരു കുട്ടി മടിയനായിട്ട് നിന്നിട്ട് ഓരോരുത്തരെ കളിക്കാൻ വിളിക്കുക. അപ്പൊ കളിക്കാൻ വിളിക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ജോലിയുണ്ട്. കിളീനെ വിളിക്കുമ്പോൾ കിളി കൂടുണ്ടാക്കാൻ പോവാണ്, വണ്ടിനെ വിളിക്കും കളിക്കാൻ വരാം, അപ്പൊ വണ്ട് തേന്നുകരാൻ പോവാണ്, അപ്പൊ ഒരു നായനെ വിളിക്കുമ്പോൾ അത് യജമാന്റെ വീട് കാക്കാൻ പോവാ. അങ്ങനെ അങ്ങനെ അപ്പൊ മനസ്സിലാവും ഞാനപ്പൊ പഠിക്കാൻ പോട്ടെ, എനിക്കുള്ള പണി പഠിക്കാൻ പോവലാണ്, സ്കൂളിലേക്ക് പോവല്. സ്കൂളിലേക്ക് പോവലാണ് എന്റെ പണി. അങ്ങനത്തെ ഒരു കവിത ഉണ്ടായിരുന്നു. ചിലതുകൾ മാത്രാട്ടോ ഓർമ്മയുള്ളൂ, ബാക്കിയൊന്നും ഓർമ്മയില്ല. പിന്നെ 8ാം ക്ലാസ് തൊട്ടുള്ള ഒരുവിധം കവിതകൾ ഓർമ്മയുണ്ട്. 8ാം ക്ലാസ്സിൽ മലയാള ഭാഷയുടെ കവിത ഉണ്ടായിരുന്നു. അമ്മിഞ്ഞ പാലോലും ചോരിവാ കൊണ്ടാദ്യം അമ്മയെ തന്നെ വിളിച്ച കുഞ്ഞേ, മറ്റൊരു മാതാവ് കൂടിയുണ്ടെൻ മക നുറ്റവാത്സല്യമോടോ മനിപ്പാൻ. വള്ളത്തോളിന്റെ സാഹിത്യമഞ്ജരി അതിലുള്ളതാ മാതൃഭാഷയുടെ ഇതിനെ കുറിച്ചിട്ടുള്ള കവിത. കുറെ വയലാറിന്റെ ഒരു കവിത ഉണ്ടായിരുന്നു. നദിയായിരുന്നു ഞാൻ, മരമായിരുന്നു ഞാൻ പണ്ടൊരു മഹാ നദി, കരയിൽ നദിയുടെ പേരു ഞാൻ മറന്നുപോയി. അത് സംഗീതത്തിനെ കുറിച്ചിട്ടാ. അതായത് മരം ഒരാൾ വന്ന് മുറിച്ചു, കൊമ്പ് മുറിച്ചിട്ട് അതുകൊണ്ട് വീണ ഉണ്ടാക്കും. കൊമ്പ് മുറിച്ചപ്പോ അയാളോട് ഭയങ്കര ദേഷ്യമായിരുന്നു ഈ മരത്തിന്, വേദനയാണ്. അപ്പോ അന്നൊരു ശരത്കാല പൗർണമി ഒഴുക്കിയ ചന്ദന പുഴ നീന്തി കടന്നു നടന്നൊരാൾ സൗമ്യഭാവനായെൻ്റെ അരികത്തെത്തി സ്വർഗ സൗകുമാര്യങ്ങൾ കടഞ്ഞെടുത്ത ശില്പം പോലെ 1000 മിഴിപ്പൂക്കൾ കൊണ്ടു ഞാൻ ആ സൗന്ദര്യം ആസ്വദിക്കുമ്പോൾ എൻ്റെ രോമാഞ്ചം പൊതിയുമ്പോൾ മറ്റൊന്നും ഓർമ്മിക്കാതെ നിൽക്കുമ്പോൾ എൻ കൈക്കൊരു വെട്ടേറ്റു മുറിഞ്ഞതോ തെറിച്ചു വീണു മണ്ണിൽ. അതായത് ഒരാൾ നടന്നു വന്നു, അയാളുടെ സൗന്ദര്യം ആസ്വദിച്ച് നിൽക്കുകയാണ് ഈ മരം. ആ സമയത്ത് മറ്റൊന്നും ഓർക്കാണ്ട് നിൽക്കുമ്പോഴാണ് കൊമ്പിന് ഒരു കൈക്ക് വെട്ടേറ്റ്. എന്നിട്ട് ഇയാൾ വേദന കൊണ്ട് പുളഞ്ഞിട്ട് ഈ മരം നോക്കുമ്പോൾ അയാൾ ഈ വിരൽമുട്ടുകളൊക്കെ അരിഞ്ഞ് രസിക്കുന്നു. അങ്ങനെ അയാൾ അതിനെ എന്തൊട്ടൊക്കെയോ ചെയ്തിട്ട് ലാസ്റ്റ് അതിൽ കമ്പിയൊക്കെ കെട്ടിയിട്ട് അയാൾ അതിൽ പാടാൻ തുടങ്ങി, സംഗീതം. അപ്പൊ ആ സംഗീതം, അതിൽ നിന്നുള്ള ആ സംഗീതം കേട്ടപ്പോൾ ഈ മരത്തിന്റെ വേദനയൊക്കെ പോയി. അങ്ങനെയാണ് ആ കവിത. അങ്ങനെ കുറെ, എനിക്ക് ആ വരികൾ പോലും ഞാൻ മറന്നിട്ടില്ല ഇപ്പോഴും. കുറേ കവിതകൾ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തിലത്തെ ഇതുകൾ ഉണ്ടായിരുന്നു, ഇല്ലേ? ഒക്കെ പഠിക്കാണ്ടായിരുന്നു. ഞാൻ ബോറടിപ്പിച്ചതിന് സോറി. കവിതകളെ കുറിച്ചിട്ട് പറയാൻ തുടങ്ങിയാൽ ഞാൻ വാചാലയാകും. അപ്പോൾ അത് കഴിഞ്ഞു. അടുത്തത് സ്റ്റാർസ് ആൻഡ് ബെൽസ്. അജു, സരിത, ജഗ്ഗു ചേർന്ന് ഒരു വിലപ്പെട്ട അമൂല്യമായ വീഡിയോ സമ്മാനിച്ചു. സരിത പറഞ്ഞത് ശരിയാ, എല്ലാ ജനറേഷനും ഒളപ്പമണ്ണയുടെ കവിത പഠിക്കാതെ പോകാൻ കഴിയില്ല. ഞാൻ 4th സ്റ്റാൻഡേർഡ് ഇപ്പോഴും എൻ്റെ മോനെ പഠിപ്പിച്ചു. ഒളപ്പമണ്ണയുടെ കവിത ലെസൺ 10 എൻ്റെ വിദ്യാലയം ICSE സിലബസ് ആണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ മന കാണാൻ സാധിച്ചു. പിന്നെ രാജേട്ടനിലൂടെ കുറച്ച് ചരിത്രം മനസ്സിലാക്കാൻ സാധിച്ചു. ഇവരൊക്കെയാണ് കേരളത്തിൻ്റെ നിധി, പവിഴമുത്തുകൾ. പക്ഷേ ഇത്രയും വിലപ്പെട്ട ഒരു മന നന്നായി മെയിൻറ്റെയിൻ ചെയ്തു സൂക്ഷിച്ചുവെങ്കിൽ. നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അവര്. മറ്റേ എന്താ പറയുക, നമുക്ക് ചെരുപ്പൊന്നിട്ട് അകത്ത് കയറാൻ പാടില്ല, ക്ലീനാണ്. പിന്നെ ഉള്ളിൽ അമ്പലത്തിൽ ഇന്നും നിത്യപൂജയുണ്ട്. അപ്പം അവിടെ ക്ലീനായിട്ട് സൂക്ഷിക്കണേ അവര്. ആ ഒരു സ്ഥലത്ത് മാത്രമാണ് നമുക്ക് ഒരു ചതലൊക്കെ കണ്ടത്. എവിടെയെന്നറിയോ? വിറകിട്ട് വെച്ചേക്കുന്ന സ്ഥലം. ഒന്നും ചെയ്യണില്ല അവിടെ. കുറെ വിറകും പിന്നെ അങ്ങോട്ടുള്ള ഡോറിന്റെ അവിടെ അടിഭാഗമൊക്കെ ചതിൽ പിടിച്ചിട്ടുണ്ട്. വേറെ എല്ലാവിടെയും ഇപ്പൊ മോൾ ഭാഗമൊക്കെ ഞങ്ങൾ ഇങ്ങനെ നോക്കുമ്പോ എല്ലാ മരങ്ങളും നല്ല ഒരു ചതല, വേറെ ഒന്നുമില്ല. പിന്നെ നിങ്ങളോട് ഒന്നും പറയാനില്ല, ഒരുപാട് സ്നേഹം മാത്രം മനസ്സ് നിറയെ. ഇനിയും ഇങ്ങനത്തെ അമൂല്യമായ നിധികൾ നിങ്ങളിലൂടെ കാണാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് കണ്ണു തട്ടാതിരിക്കാൻ ഒന്ന് ഒഴിഞ്ഞിട്ടോളൂ. അത് നമ്മുടെ ഒരു ചേച്ചി ഉണ്ടല്ലോ, പ്രസീത ഹരി എന്ന് പറഞ്ഞ ചേച്ചിയാന്ന് തോന്നുന്നുണ്ട്. ചേച്ചിയാണോ അനിയത്തിയാണോ അവിടെ? ആൾക്ക് ഇഷ്ടമല്ല കണ്ണ് പറ്റണ കാര്യമൊക്കെ പറയണത്, നമ്മൾ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട്. അശോക് വേൾഡ്. ഒളപ്പമണ്ണ മനയെക്കുറിച്ച് എത്ര ഭംഗിയായി രാജേട്ടൻ പറയുന്നു. ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും എല്ലാവരും നാടകം പോലെ മനസ്സിലവതരിച്ചു കണ്ടിരുന്നു പോകുന്നു. രാജേട്ടനെ പോലെ ഒരാൾ പറഞ്ഞു തരുന്നത് എത്ര ഭാഗ്യം. അതുപോലെ അജൂസ് വേൾഡ് പ്രേക്ഷകർക്ക് വേണ്ടി വീഡിയോ സമർപ്പിക്കുന്നത് ഞങ്ങളുടെ മനസ്സിൽ ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.
അടുത്തത് വസന്ത കേവി. അജു സരിത, ഈ ഒളപ്പമണ്ണ മനയിൽ ഞാൻ പൂരം കാണാൻ പോയിട്ടുണ്ട്. എൻ്റെ അമ്മയുടെ അനുജത്തിയുടെ വീട് അന്ന് വെള്ളിനേഴിയായിരുന്നു. ഈ മനയിൽ വൈകുന്നേരം പൂരം എഴുന്നള്ളിപ്പ് കാണാൻ പോയിരുന്നിട്ടുണ്ട്. ഈ വീഡിയോ എടുത്തതിൽ സന്തോഷം. അടുത്തത് മോഹൻദാസ് പി കോലത്ത്. ഇവളുടെ കടുക് വറക്കണ വർത്തമാനം മാത്രം സഹിക്കാൻ വയ്യ, നിർത്തി പറയ് പെണ്ണേ. നിന്നെ പറഞ്ഞോണത് നീ തുടക്കം പറയുന്നില്ലേ കടുക് വറക്കണ പോലെ. അത് ചിലവർക്ക് അങ്ങനെ ഒരു ഇതായിട്ട് തോന്നാം. കടുക് വറക്കണ പോലെ തോന്നിയില്ലേ, സോറി ചേട്ടാ. അടുത്തത് KPS ഉണ്ണി. ഒരു അനുകമ്പ തോന്നി ഷൂട്ടിംഗ് അനുമതി നൽകിയ വലിയ മനുഷ്യൻ, എന്നിട്ട് പെൺകുട്ടി പറയുന്നു സോപ്പിട്ട് സമ്മതിപ്പിച്ചു എന്ന്. ധിക്കാരം എന്നേ പറയാനുള്ളൂ. ഒരു അനുകമ്പ തോന്നിയിട്ട് ഷൂട്ടിംഗ് അനുമതി നൽകിയതാണെന്ന് KPS ഉണ്ണിക്ക് എങ്ങനെ മനസ്സിലായേ? അതെ, അനുകമ്പയും അതിലൊന്നുമില്ല. അവർക്ക് ഷൂട്ട് ചെയ്യാൻ താല്പര്യം നമ്മൾ ഷൂട്ട് ചെയ്യാൻ അനുവദിക്കില്ലോ. അതെ, അവിടെ ചെന്നതും സംസാരിച്ചതും ഷൂട്ടിംഗ് ചെയ്യാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞതും അവരെ സമ്മതിപ്പിച്ചതും ഞങ്ങൾ. അതിന് മുന്നേ നടന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് ഞങ്ങൾക്കെല്ലാം അറിയുള്ളൂ. അനുകമ്പ തോന്നിയിട്ട് സമ്മതിപ്പിച്ചതാണ്. എങ്ങനെയാണ് KPS ഉണ്ണിക്ക് മനസ്സിലായത്? ഞങ്ങള് അവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്, അല്ലാണ്ട് പൈസ ഭയങ്കര അങ്ങനെയൊക്കെ പറഞ്ഞവരുണ്ടല്ലോ. ലാസ്റ്റ് ആയപ്പോഴത്തേക്കും നമ്മളെ ഭയങ്കര ഇഷ്ടമായി ആ രാജേട്ടന്. നമ്മുടെ സംസാരം കൊണ്ട് മാത്രം, നമ്മുടെ പെരുമാറ്റം കൊണ്ട് സംസാരം കൊണ്ട് ആൾക്ക് നമ്മളെ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ശനി ഞായറും അങ്ങോട്ട് ഷൂട്ടിങ് പോയിട്ട് കാണാൻ പോലും അനുവദിക്കില്ല എന്ന് പറഞ്ഞ ആള് പിന്നെ പറയണു ഞായറാഴ്ച ദിവസം അവിടെ സംഗീതം പഠിപ്പിക്കണത് നമ്മളോട് കാണാൻ വന്നോളാൻ. ആള് നമ്മളെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു. അപ്പൊ സോപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ പറയുന്നത്, സരിത സോപ്പ് ഇടാൻ ഭയങ്കര സരിതയുടെ പേരിൽ ഞങ്ങൾ സോപ്പ് ഇറക്കുന്നുണ്ട്. സരിത സോപ്പ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്നത് കേട്ടാ. അതെ, ആ സോപ്പ് ഉപയോഗിച്ചാൽ നിങ്ങൾക്കും ആരെ വേണമെങ്കിൽ സോപ്പ് ഇട്ട് പതപ്പിക്കാം. സരിത സോപ്പ് നമുക്ക് നോക്കിയാ കേട്ടോ. അടുത്തത് MK പിള്ള കുഴിയത്ത്. ഈശ്വര, അങ്ങനെ ഞാൻ തോന്നുന്നുണ്ട്. ഓ, ഇതാണോ സരിത? ആ കൊച്ചു പയ്യൻ, എത്ര പക്വതയോടുള്ള പെരുമാറ്റം. ഈ സരിത അഹങ്കാരം കൊണ്ട് നടക്കുന്ന പ്രകൃതം. ഇനി എന്നാണ് പക്വമതിയാകുന്നേ? ഇതേതാ? ഇതാരത്? ഞാനൊന്നും ഈ കമന്റ് കണ്ടിട്ടില്ല ചേട്ടാ. ഇതൊക്കെ എവിടെ നിന്ന് ഇല്ല അതിലുള്ളതാന്ന് മനസ്സിലായി. ഏതാണ് കൊച്ചു പയ്യൻ? അവൻ നടന്ന പോലെ ഞാൻ നടന്നാ മതിയാ ചേട്ടാ? വീഡിയോയില് ഒന്നും പറയാണ്ട് സംസാരിക്കണ്ടേ? നമുക്ക് സംശയങ്ങളുള്ള കാര്യങ്ങളാണ്, അല്ല നിങ്ങൾക്കും കൂടി സംശയമുള്ള കാര്യങ്ങളാണ് സരിതയിലൂടെ അല്ലെങ്കിൽ എന്നിലൂടെ ചോദിക്കുന്നത്. ആ ചോദ്യം ചോദിക്കാൻ ആളുകളില്ലെങ്കിൽ പിന്നെ അവരെങ്ങോട്ട് പറഞ്ഞ് എന്നിട്ട് പറയാ അവര്. ഞാൻ ചേട്ടനാണ് മൈക്ക് വെച്ച് കൊടുത്തത്, നിങ്ങൾ സംസാരിച്ചു. കാരണം രാജേട്ടന് ഒരു മൈക്ക് വെച്ച് കൊടുത്തു, അപ്പം മറ്റേ മൈക്ക് ചേട്ടനും വെച്ചിട്ട് സംസാരിച്ചു വന്നുകൊണ്ട് ചേട്ടനാണ് എന്നെ നിർബന്ധിച്ചിട്ട് എനിക്ക് മൈക്ക് കൂട്ടി തന്നിട്ട് നീ ഒപ്പം നടന്നാൽ മതി, എന്തെങ്കിലുമൊക്കെ വല്ലതും ചോദിക്കാനുണ്ടെങ്കിൽ നിനക്ക് ചോദിക്കാൻ പറ്റുള്ളൂ എന്നിട്ട് എന്നെ വിട്ടത്. അല്ല, കാര്യമാത്ര പ്രസക്തമായ കാര്യങ്ങൾ ചിലപ്പോ ഞാൻ പറഞ്ഞു ചിലപ്പോ അതെ. ഇവരൊക്കെ പുതിയ ആൾക്കാരായി. പുതിയ ആൾക്കാർക്കൊന്നും എന്നെ ഇഷ്ടമില്ല. നിങ്ങൾ കുറച്ച് വീഡിയോ അടുപ്പിച്ച് കാണും എന്നിട്ട് കമന്റ് ഇടും. അല്ല പിന്നെ കുറച്ച് വീഡിയോ അടുപ്പിച്ചാണ്ട് നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാവും. ആദ്യം തോന്നും ഞാൻ ഭയങ്കര അഹങ്കാരിയാണ്. അത് ഇതില് പറയില്ലേ ഈ മറ്റേ കഥാനായകൻ എന്ന് പറഞ്ഞ അതിങ്ങനെ എപ്പോഴും വേണ്ട പറയണ്ട. അത് കേട്ട് ഞാൻ മടുത്തു. ഫ്രാങ്കോ അക്കര. അയ്യോ, നമ്മുടെ ഫ്രാങ്കോട്ടനാ. ഞാൻ കഴിഞ്ഞ ദിവസം ആലക്കോട്ട് മനയിൽ പോയിരുന്നു. അതൊരു 4 കെട്ടാണ്, അധികം വലുതൊന്നുമല്ല. വരിക്കാശ്ശേരി മനയും പൊളിച്ചുപോയ ദേശമംഗലം മനയും അടക്കം കുറേ മനകൾ കണ്ടിട്ടുണ്ടെങ്കിലും ഒളപ്പമണ്ണ മന ഇതുവരെയും കണ്ടിട്ടില്ല. മനയും പരിസരവും വിശദമായി കാണിച്ചതിന് നന്ദി. ഇനി ഒരിക്കൽ അവിടെ പോകും. നമ്മള് വരിക്കാശ്ശേരി മനയിൽ പോയാൽ ഒന്നുമില്ല. അല്ല, നമ്മള് ഫോൺ നമ്പർ കൊടുത്ത് ഇപ്പൊ വിളിച്ച് സംസാരിച്ച് പോവാലോ. ഇതുവരെയായിട്ട് ആർക്കും അങ്ങനെ ഒരു സൗകര്യം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ സുഖമായില്ലേ? ബുക്ക് ചെയ്യണം. വിളിച്ചിട്ട് ഏതാ ദിവസം പറഞ്ഞ ആ ദിവസം നമുക്ക് പോകും. ഷാജി ഒരു പണിയും ചെയ്യാതെ മറ്റുള്ളവർ പണി ചെയ്ത നെല്ലും പച്ചക്കറിയും മൂക്കുമുട്ട തിന്ന് തച്ചന്മാരുടെ കരവിരുതിലും ബുദ്ധിയും മനോഹരമായി പണിത് വീട് പേരും എല്ലാം എല്ലാ വായ്നോക്കികൾക്കും തച്ചന്മാർക്കും കൃഷിപ്പണി ചെയ്ത് അവന്മാരുടെ പള്ള നിറച്ച പണിക്കാർക്കും നമസ്കാരം. എന്നിട്ട് സംഭവം അതായത് ഈ മനയൊക്കെ ഇങ്ങനത്തെയൊക്കെ ഉണ്ടാക്കിയോണത് അതൊക്കെ പണിതൊക്കെ ഇങ്ങനെ ഓരോ പണിക്കാരും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവാ. അതില് ബുദ്ധിമുട്ടിയതും ഒക്കെ ഇപ്പോഴേ പേര് കിട്ടുന്നത് ഈ ഇതിന്റെ ആളുകൾക്കായിരിക്കും, തമ്പുരാക്കന്മാർക്ക്. അങ്ങനത്തെ അതായിരിക്കും ഉദ്ദേശിച്ചത്.
അങ്ങനെയാണെങ്കിൽ താജ്മഹൽ ഇപ്പൊ മുംതാസ് മഹലിനെയും ഷാജഹാന്റെ പേരിലൊക്കെ ഓർക്കണം, അല്ലാണ്ട് അത് പണിതിട്ടുള്ള പണിക്കാരെ പേരിലാണ്. താജ്മഹൽ മാത്രം നോക്കണ്ട, ഈ കമന്റ് ഇട്ട ചേട്ടന്റെ വീട് ആരെ പേരിലാണ് അറിയപ്പെടുന്നത്? അത് പണിതിട്ടുള്ള ആളുകളെ പേരിലാണ് അറിയപ്പെടുക. ആധാരൊക്കെ ആരുടെ പേരിലാണ് എടുക്കുന്നത്? വെറുതെ നിസ്സാരമായി ചിന്തിക്കും. അല്ലെങ്കിൽ അത് പണിതിട്ടുള്ള പണിക്കാരെ പേരിൽ വീടുണ്ട്. ഇപ്പൊ ആരുടെ വീട് എന്ന് പറയാം? അജുവിന്റെ വീട് അല്ലെങ്കിൽ സരിതയുടെ വീട്, ജഗുവിന്റെ വീട് എന്നാ പറയാ. ഇത് പണിതിട്ടുള്ളത് കുറെ തമിഴന്മാരും ആരെങ്കിലും അറിയണ്ട അണ്ണന്മാരാണ്. അന്ന് ബംഗാളികൾ വന്നു തുടങ്ങിയില്ല, അതുകൊണ്ട് തമിഴ് അണ്ണന്മാരായിരുന്നു. അപ്പൊ എങ്ങനെയാണ് അപ്പൊ ചേട്ടന്റെ വീട്? ഇതെല്ലാം എന്നെ വൈരുദ്ധ്യ എന്താ പറയാ, വൈരുദ്ധ്യാത്മിക ഭൗതികവാദം എന്ന് പറയുന്നത് എനിക്കറിയില്ല. അപ്പൊ ഒരു പണിയും ചെയ്യാതെ മറ്റുള്ളവർ ഇങ്ങനെയൊന്നും പറയരുത് കേട്ടാ. എന്തൊരു നെഗറ്റീവല്ല ചേട്ടൻ. അയ്യോ മൊത്തം നെഗറ്റീവ്, എല്ലാത്തിലും കുറ്റം. ചില ആളുകൾ അങ്ങനെയായിട്ടുള്ള ഇങ്ങനെയുള്ളവർക്ക് ഒരു കാലത്ത് സമാധാനം ഉണ്ടാവില്ലേ, എന്തിലും നെഗറ്റീവ് മാത്രമേ അവർ കാണുള്ളൂ. പക്ഷേ പാവം തോന്നാ ചേട്ടൻ്റെ ഭാര്യേനെ ആലോചിക്കുമ്പോൾ, ഭാര്യേനും ഫാമിലീനും. സതീശൻ ടി പി വിഷുവിന് പുതിയ സോപ്പ് ഇറങ്ങിയിട്ടുണ്ട്, അജു സരി പതയ്ക്കും സോപ്പ്. സോപ്പിട്ട് അവരെ സോപ്പിട്ട് നമ്മള് മന കാണാനുള്ള അനുവാദം വാങ്ങിച്ചു എന്ന് പറയില്ലേ? സരിത സോപ്പ് എന്ന് പറഞ്ഞുള്ള സോപ്പ് ഇറക്കുന്നുണ്ട്. അതന്നെ, നിങ്ങൾക്ക് എല്ലാ കാര്യസാധ്യത്തിന് ആരെ വേണമെങ്കിൽ സോപ്പിടാം ആ സോപ്പ് ഉപയോഗിച്ച്. അടുത്തത് സ്വാമി നാരായണ. ഇന്നത്തെ വീഡിയോ രാജൻ മാഷും സരിതയും സരിതയുടെ കവിതയും കൊണ്ടുപോയി. എങ്കിലും ക്യാമറാമാനും സാരഥിയായ അജുവിനും നന്ദി. ആ മന കണ്ടതുപോലെ ആയി, കാഴ്ചക്കാരനായി കേൾവിക്കാരനായി കൂടെ നിന്ന് ജഗ്ഗുവിനെ വിഷു ആശംസകൾ. എനിക്കൊന്നും ചെയ്യല്ലേ അവിടെ, എനിക്ക് സരിതയ്ക്ക് ഒന്നും ചെയ്യില്ല. വെറുതെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ മാത്രമല്ല. ഞാൻ തുടക്കം സംസാരിച്ചു, ലാസ്റ്റ് ആ കവിതയും ചൊല്ലി, അല്ലാണ്ട് ഞാനൊന്നും സംസാരിച്ചിട്ടല്ലേ ശരിക്കും. ഞാൻ പറയുന്നുണ്ടല്ലോ ഇന്നത്തെ വീഡിയോയിൽ മുഴുവൻ തിളങ്ങി നിൽക്കുന്നത് രാജൻ ചേട്ടനാണെന്ന് ഞാൻ ഫസ്റ്റ് തന്നെ ആ ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ട്. അടുത്ത് ഗീജാബായി. സുന്ദരമായൊരു അനുഭൂതി കണ്ടു തീർത്തപ്പോൾ രാജേട്ടൻ പറയാതെ വയ്യ, കിടിലം. മണിത്തറത്താൽ അല്ലി ആഭരണം കാണുമ്പോൾ കാണിക്കുന്ന ഒരു ആർത്തി പോലെയാണ് നിങ്ങളെ കിട്ടിയപ്പോൾ ആ മനയും ചരിത്രവും പറഞ്ഞു തരാനുള്ള രാജേട്ടൻ്റെ വ്യഗ്രത. അത് കേൾക്കാൻ വേണ്ടി ഞാൻ വീണ്ടും ഒരു അല്ലിയായി മാറി. വീഡിയോ 2 തവണ കണ്ടു എന്ന് സാരം. മനോഹരമായ വീഡിയോ. ഞാൻ മനോഹരം സാറല്ലേ, അത് നല്ല വാക്കല്ലേ? നല്ല വാക്കാ അത്, പറഞ്ഞോ. പൊട്ട വാക്കല്ലല്ലോ. അതിന് മനോഹരം എന്നുള്ള വാക്ക് മറ്റേ സുന്ദരം എന്നാക്കി വന്നിട്ട്. സെൽഫീന ചെല്ലക്കുടം. ഹായ്, നല്ല നല്ല പേരുകള്. ഹായ് സരിത ആൻഡ് അജു, എന്നെങ്കിലും എനിക്കൊരു ഹായ് പറയാമോ? മോളി ഫ്രം തൃശ്ശൂർ. പക്ഷെ വേറെ ഐഡിയാണ്, വേറെ ഐഡിന്നാണ് ഇത് ഇട്ടേക്കണേ. മോളി ഫ്രം തൃശ്ശൂർ. മോളി ചേച്ചി ആയിരിക്കുന്നു വിചാരിക്കുന്നു. മുല്ല ഷിബിർ. ഈ വീഡിയോയിൽ അജുവേട്ടനെ സരിതേച്ചിയെ ഞാൻ കണ്ടില്ല. പകരം ഒളപ്പമണ്ണ മനയിലെ തമ്പുരാക്കന്മാരും തമ്പുരാട്ടിമാരും അവിടുത്തെ ആചാരങ്ങളും ഒക്കെ മനസ്സിൽ വന്ന് ചേർന്നുകൊണ്ടിരുന്നു. ആ പഴയ കാലത്തിനൊപ്പം യാത്ര ചെയ്തു. അത്രയ്ക്ക് രസകരമായിട്ടല്ലേ ആ ചേട്ടൻ വിവരിച്ചു തന്നത്. ഓരോ കാര്യങ്ങളാണ് വിടാതെ പറഞ്ഞു തന്നതിന് അദ്ദേഹത്തിന്. ആ കുളത്തിൽ മോഹിനി കുളിക്കുന്ന ഒരു സീനുണ്ട് പരിണയത്തിൽ. പിന്നെ ആ നടുമുറ്റത്താണ് പാർവണേന്ദു മുഖി പാർവതി എന്ന ഗാനം ചിത്രീകരിച്ചിട്ടുള്ളത്. ഒരു ഭാവനയും ഇല്ലാത്ത നമ്മൾക്കൊക്കെ എന്തോ മനസ്സിൽ കവിത തുളുമ്പും പോലെ ഈ മനയും പരിസരങ്ങളും കാണുമ്പോൾ. അപ്പോൾ പിന്നെ ഒളപ്പമണ്ണയുടെ കാര്യം പറയണ്ടല്ലോ, കവിത ഇങ്ങനെ ഒലിച്ചിറങ്ങും അതുപോലെ മനസ്സിൻ്റെ കൂടിൽ നിന്ന്. ഒളപ്പമണ്ണയുടെ നങ്ങേമക്കുട്ടി എന്ന കവിതയിലെ നങ്ങേമക്കുട്ടിയും ഈ കുളപ്പടിയിലായിരിക്കും കുളിച്ച് ഈറനായി തൻ്റെ പ്രിയ കാമുകനുമായി അനുരാഗം കൈമാറിയിട്ടുണ്ടാവുക. ആ മുറ്റത്ത് നിന്നും പുറത്തേക്ക് നിങ്ങൾ ഇറങ്ങിയപ്പോഴാണ് ഈ എളിയവൻ്റെയും മനസ്സ് തമ്പുരാക്കന്മാരുടെ ഓർമ്മകളിൽ നിന്ന്, അവിടുത്തെ പഴയ കാഴ്ചകളിൽ നിന്ന് മുക്തി നേടി പുറത്തു വന്നത്. 1000 നന്ദി നന്ദി നന്ദി. രസമായിട്ട് എഴുതിയിട്ടുണ്ട് അതന്നെ. അപ്പം ആ വീഡിയോയിലേ കണ്ടവർക്കൊക്കെ അത് അധികം പേര് കണ്ടില്ല അല്ലേ? 70,000 പേരായി. ആ വീഡിയോ ഇട്ട ഉടനെ ഒന്നും അധികം പേര് കണ്ടില്ല. അപ്പം എനിക്ക് വിഷമം തോന്നിയിട്ടാ, അയ്യോ എന്തൊരു നല്ല വീഡിയോ ഈശ്വരാ. അതേസമയം വല്ല നെഗറ്റീവ് തമ്പനയിലൊക്കെ ഇട്ടിട്ട് നമ്മൾ വല്ലത് എഴുതുകയാണെങ്കിൽ അത് നന്നായിട്ട് പേര് കാണും. അപ്പം നമുക്ക് ഇങ്ങനത്തെ വീഡിയോകളൊക്കെ ആളുകൾ കുറേ പേര് കണ്ടെങ്കിൽ എന്ന് ആഗ്രഹം തോന്നണം കുറച്ച് വീഡിയോകൾ. അതുപോലെ പെട്ടതാണിത്. അപ്പം അയ്യോ നല്ല വീഡിയോ ആയിരുന്നു. പക്ഷെ അതിൽ കണ്ടവർക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അതിൽ നല്ല നല്ല ഇതുവരെ കമൻ്റ് ഇടാത്തവരും അതിൽ കമന്റ് ഇട്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇടണത്. അല്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പറഞ്ഞ പോലെ. അപ്പോ ഞാൻ എന്തിട്ട് പറയാൻ വന്നേ? ഞാൻ എന്തോ പറയാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറഞ്ഞത്. ഇട്ടാണാവും. റിയാസ് ഷോ എന്താ കഥ, നമുക്ക് പെരുത്തിഷ്ടായി. കേമായിരിക്കണു ആ മനയും പരിസരവും. മഞ്ജുവാര്യർ വെള്ളം കോരിയ സ്ഥലം കണ്ട് സരിത, എനിക്കും കോരണം വെള്ളം. രാജേട്ടൻ അതിനെന്താ ഈ കുഞ്ചുവാര്യർ? അയ്യോ എന്നെ കുഞ്ചുവാര് വേണമെങ്കിൽ കോരിക്കോളൂ. എന്നിട്ട് അജുവിനെ നോക്കിക്കൊണ്ട് ഇനി 6-ാം തമ്പുരാന് വെള്ളം കോരണോ? കോരിക്കോളൂ, ഇഷ്ടം പോലെ കോരിക്കോളൂ.
അടുത്തത് മെയ്ഡ് ടു ട്രഷർ. ഓസം എക്സ്പീരിയൻസ്. ഐ കുഡന്റ് സ്റ്റോപ്പ് ഫ്രം കമൻറ്റിംഗ് എസ്പെഷ്യലി ആഫ്റ്റർ ലിസണിംഗ് ടു സരിതാസ് ഒളപ്പമണ്ണ പോയം തിങ്കളും താരങ്ങളും. ഗൂസ്ബം മൊമെന്റ്. ഇറ്റ്സ് സോ മച്ച് ഓഫ് നൊസ്റ്റാൾജിക് മെമ്മറീസ്. രാജേട്ടൻസ് എക്സ്പ്ലനേഷൻ മെയ്ഡ് ദിസ് വീഡിയോ വർത്ത് വാച്ചിങ്. ചേട്ടൻ ഇതിലത്തെ മാത്രം ഞാൻ മനസ്സിലെടുത്തിട്ടുള്ളൂ ഈ വീഡിയോയിലത്തെ ഇതിലത്തെ മുഴുവൻ എടുത്തിട്ടില്ല. അത്രയ്ക്കധികം കമന്റുകൾ കിടക്കുന്നത്. ഇത്ര രസം നമുക്ക് ഇങ്ങനെ ഇതൊക്കെ വായിക്കാണ്ടിരിക്കാൻ പറ്റുക അല്ലേ? അതെ, ഇതുവരെ വായിക്കാത്ത കുറെ പേരെ വായിച്ചിട്ടുണ്ട്. രശ്മിനാഥ്, നിങ്ങളുടെ എല്ലാ വീഡിയോസും കാണാറുള്ള ഞാൻ, പക്ഷേ ഇത് വേറൊരു ലെവലായിരുന്നു, വേറൊരു അനുഭവം, പറയാൻ വാക്കുകളില്ല. രാജൻ ചേട്ടൻ പൊളി, എല്ലാ കാര്യങ്ങളും പച്ചവെള്ളം പോലെ പറഞ്ഞു തന്നു. വീഡിയോയിലാണ് കാണുന്നതെങ്കിലും ലൈവ് കാണുന്ന പ്രതീതി. ഇങ്ങനെയുള്ള വീഡിയോസ് ഇനിയും പ്രതീക്ഷിക്കുന്നു. ഞാൻ വല്ലപ്പോഴും മാത്രം കമന്റ് ഇടുന്ന പാവം ഞാൻ. ഇനി ഇങ്ങനത്തെ ഞങ്ങൾക്കും ഇഷ്ടം ഇങ്ങനത്തെ കാണാനും കാണിച്ചു തരാൻ. നിലമ്പൂർ ഒരു വീടുണ്ട്, അവിടേക്ക് പോകണം. നിലമ്പൂർ നമുക്ക് ട്രെയിനിൽ പോവാം. നിലമ്പൂർക്കുള്ള ട്രെയിൻ യാത്ര അതിമനോഹരാണെന്ന് പറയുന്നത്. അത് പണ്ടായിരുന്നുകൊണ്ട് ഇപ്പൊ അവിടുത്തെ സൈഡിലത്തെ മരങ്ങളൊക്കെ വെട്ടിയുന്നുണ്ട് തോന്നുന്നല്ലേ, ഉറപ്പില്ലല്ലോ. അതൊന്ന് പറഞ്ഞോളൂട്ടാ, ആർക്കെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ. നിലമ്പൂർക്കുള്ള ട്രെയിനിന്റെ സൈഡിലുള്ള മരങ്ങളൊക്കെ വെട്ടിയതാണ് ചേട്ടന് തോന്നല്. ഇവിടെ ഇരുന്നുകൊണ്ട് ചേട്ടന് അങ്ങനെ ഒരു ജ്ഞാനദൃഷ്ടിയിൽ വന്നു. അടുത്തത് ഗീതാ കൃഷ്ണൻകുട്ടി. ഒളപ്പമണ്ണ മന നിങ്ങൾ കാണിച്ചത് വളരെയധികം സന്തോഷം. അവസാന സരിതയുടെ കവിത ചൊല്ലും കൂടി ആയപ്പോൾ ഒരു സിനിമ കണ്ട പ്രതീതി. ഇങ്ങനെ ഒരു മനയുടെ കാര്യം അറിയില്ലായിരുന്നു. എല്ലാം കൂടി ഇന്നത്തെ വീഡിയോ സൂപ്പർ. അടുത്തത് ശൈലജ ആർ പിള്ളൈ. വൗ, സോ ഹാപ്പി ടു വാച്ച് ദ ഫാമിലി ഗെറ്റ് ടുഗദർ ആൻഡ് വിഷു സദ്യ. I think the star this time was the swimming pool. Last scene watching rains from sit out, so nostalgic, which I miss too much. Sarida, may God bless you and your family. Will meet sometime. വിഷുവിന്റെ അന്നത്തെ കൂടലിന്റെ ഇത് ഇവിടേക്ക് തീരുമാനിച്ച സരിതന്നെയല്ലേ? അല്ല, ഞാൻ ഈ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ പണി കഴിഞ്ഞപ്പോൾ അച്ഛനെ വിളിക്കുന്നുണ്ട്, വായോ വായോ വായോ. അതുപോലെ അല്ലൻ ചേട്ടൻ ഇടയ്ക്ക് പോയി വിളിക്കും, വായോ വെള്ളത്തിൽ അല്ലൻ ചേട്ടാ എന്ന് പറഞ്ഞിട്ട്. അപ്പം അല്ലൻ ചേട്ടനും വരുന്നില്ല. അപ്പം അച്ഛൻ പറഞ്ഞു വരാം എന്ന് പറഞ്ഞിട്ട് അച്ഛൻ നേരം നിൽക്കായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു എന്ന് വെച്ചാൽ ഒരു കാര്യം ചെയ്യും, ഇപ്രാവശ്യം വിഷുവിന് നിൻ്റെ അവിടെ കൂടാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് കഴിഞ്ഞിട്ട് എന്തിട്ടുണ്ടായേ, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മൂന്നാറിലേക്ക് പോയി. മൂന്നാറിൽ പോയി വന്ന് തലേദിവസം വന്നേ, ശനിയാഴ്ച. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അവർ വരുന്ന കാര്യമൊന്നും പറഞ്ഞേക്കാല്ലേ. അപ്പം ഞാൻ അമ്മോട് പറഞ്ഞു എന്നാൽ സാരല്ലേ, ഇനിയിപ്പോൾ തുന്തുരുവിന് മുടക്കില്ലല്ലോ. എൻ്റെ വിചാരം അന്ന് മുടക്കില്ല. അപ്പോൾ വെള്ളിയാഴ്ച സ്ഥലത്ത് തുന്തുരുവിൻ്റെ കട മുടക്ക്. അപ്പം ഇനി ഏതെങ്കിലും ഒരു വ്യാഴാഴ്ച വൈകുന്നേരം നിങ്ങൾ വാ, എന്നിട്ട് വെള്ളിയാഴ്ച ഇവിടെ കൂടാന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞിട്ട് തന്നെ നിൽക്കണേ. പിന്നെ ഉഷേച്ചിയും വല്യമ്മായിയും വരും, പിന്നെ ആൻറ്റി മാമനും വരുന്നുണ്ട്, അവരൊക്കെ ഇങ്ങോട്ടാ വരണേന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഇനി ഒക്കെ വന്നു എന്ന് പറഞ്ഞു. അങ്ങനെ വന്നു ഞാൻ. അങ്ങനെ അച്ഛനാണ് പറഞ്ഞത് ഇപ്രാവശ്യത്തെ വിഷു സരിതയുടെ എനിക്ക് അച്ഛനതിൽ കുഞ്ഞു കുട്ടികളുടെ പോലെ മറ്റേ കിടന്നിട്ട് ആ വെള്ളത്തിലൊക്കെ കിടന്ന് എനിക്ക് എന്തൊരു സന്തോഷമായെന്നറിയോ. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. നമ്മുടെ അത് കുറേ കാലമായില്ല ചേട്ടൻ പറയണം, ഇടയ്ക്കിടയ്ക്ക് പറയും ഇത് മീൻകുളം നിർത്താൻ പോവാ, മീനുകളെയൊക്കെ ഇതാക്കി വെള്ളം വെറ്റിച്ച് സ്വിമ്മിംഗ് പൂൾ ആക്കാൻ പോവാ എന്നൊക്കെ പറയുമ്പോൾ ഞാനതങ്ങനെ ചെവി കൊടുക്കാറില്ല കേട്ടാ. എന്നിട്ട് അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനൊരു 10,000-12,000 രൂപയോളം നമ്മൾ ചിലവഴിച്ച് ചെയ്താലും ശരിക്കും ലക്ഷങ്ങളുടെ സന്തോഷമാണ് നമുക്ക് കിട്ടുന്നത്. ലക്ഷങ്ങൾ കൊടുത്താലും കിട്ടാത്ത സന്തോഷമാണ്. നമ്മുടെ അച്ഛനമ്മമാരൊക്കെ സന്തോഷിക്കുക. അച്ഛന് ഇപ്പൊ ഇങ്ങോട്ട് വരാൻ ഭയങ്കര ഇഷ്ടമായി. അതെ, അത് പിടിപ്പിച്ച ലാഡർ പിടിപ്പിച്ച അച്ഛൻ. അയ്യോ അച്ഛൻ എപ്പോഴാ വരാ, നമ്മൾ വിളിച്ചു പറയാൻ വരണ്ടല്ലേ. ഞങ്ങള് സിനിമയ്ക്ക് പോവാണേ. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സിനിമയ്ക്ക് പോകും. മറ്റേ ജിങ്കാന, ആലപ്പുഴ ജിങ്കാന ബുക്ക് ചെയ്തിട്ടുണ്ട്. 6:30 അത് കാണാൻ പോണം. അപ്പോ ദൈവമേ, അപ്പൊ എന്നിട്ട് ഞാൻ പറയാൻ വന്നേ അപ്പോ അത് ശരിക്കും വളരെ സന്തോഷകരമായി. നമ്മുടെ ഈ അധോലോകത്തിന്റെ കൂടുതലും അവരൊക്കെ അതിൽ കിടന്ന് തിമിർക്കായിരുന്നു. വെള്ളം അല്ല വെള്ളത്തിലേ ഇനിയിപ്പോ ഞായറാഴ്ച ഒരു ടീം എത്തും. മദ്യപാനല്ലേട്ടാ, വെള്ളത്തിൽ സ്വിമ്മിംഗ് പൂൾ ഒറിജിനൽ വെള്ളത്തിൽ കിടന്നിട്ട് 2 മണി വരെയൊക്കെ, രാത്രി 2 മണി വരേക്കും കോയിൻ എറിഞ്ഞ് കളിക്കലായിരുന്നു ആ സമയത്ത്. അതായത് ഒരു കോയിൻ ഇടും. ശശിയേട്ടൻ ആ സമയത്ത് വെള്ളത്തിൽ ഇറങ്ങില്ല. അപ്പൊ എല്ലാവരും അറ്റത്ത് അങ്ങോട്ട് തിരിഞ്ഞിരിക്കും വെള്ളത്തിലാട്ടാ. എന്നിട്ട് ഒരു കോയിൻ ഇടും. എന്നിട്ട് ആ കോയിൻ തപ്പി കണ്ടുപിടിക്കണം വെള്ളത്തിൽ. അതാണ് കളി. അത് രാത്രി 2 മണി വരെയൊക്കെ കളിച്ചു. ഭയങ്കര രസമായിരുന്നു. പിന്നെ ആർക്കും ഇവിടെ നിന്ന് പോവാൻ തന്നെ തോന്നുന്നുണ്ടായിരുന്നില്ല. മറ്റേ സരിതരെ ഈ അമ്മായിമാരും പിള്ളേരും എല്ലാവരും അവർക്കും കുളത്തിൽ കളിക്കണം. അതിന്റെ കുളം അപ്പൊ വെള്ളം കംപ്ലീറ്റ് വറ്റിക്കണേ. ഇപ്പൊ കുറച്ച് പേര് വെള്ളത്തിൽ ഇതായി നമ്മള് ഫിൽറ്റർ വർക്ക് ആവണ്ട, എന്നാലും ആ വെള്ളം കംപ്ലീറ്റ് കളയണം. പുതിയ വെള്ളം നിറയ്ക്കണം അവരെത്തുമ്പോഴേക്കും.
അമ്മായിയുടെ മക്കളൊക്കെ എത്തുമ്പോഴേക്കും അവർക്ക് വിഷുവിൻ്റെ വീഡിയോ കണ്ടപ്പോഴേ അവർക്ക് എല്ലാവർക്കും വരാം. അല്ലാണ്ട് ഇപ്പോൾ ഒരു സ്വിമ്മിങ് പൂളൊന്നും ആർക്കും പറ്റണ കാര്യമല്ലല്ലോ. ആർക്കും എന്നല്ല, നമ്മളെ പോലുള്ളവർക്കൊക്കെ സാധാരണ നമ്മുടെ സ്വിമ്മിങ് പൂൾ എന്ന് പറയാൻ പറ്റില്ല, നാടൻ ഇത്. അപ്പോൾ പിന്നെ അല്ലെങ്കിൽ സ്വിമ്മിങ് പൂളൊക്കെ ഉള്ള റിസോർട്ടിലൊക്കെ പോയിട്ട് റൂം എടുത്ത് അതും നമ്മളെ പോലെ സാധാരണക്കാർക്ക് പറ്റണ കാര്യമല്ല. അപ്പം ഇതിപ്പോൾ നമ്മുടെ സരിതയുടെ വീട്ടിലല്ലേ, അപ്പം പിന്നെ എന്താ കുഴപ്പം. അപ്പം അങ്ങനെ അവരൊക്കെ വരാം. എനിക്കും ഭയങ്കര സന്തോഷം. എല്ലാവരും വരട്ടെ, എല്ലാവരും ഞാൻ വിളിച്ചു വരാനായിട്ട്. അപ്പം അവർ വരും. അടുത്തത് റോസ് എഡ്യൂക്കേഷൻ, വെരി ഗുഡ് വിഷുക്കണി, ഓസം വീഡിയോ, ഗുഡ് ഗെറ്റ് ടുഗദർ സരു ചേച്ചിക്കുട്ടി, വി റിയലി മിസ്ഡ് അവർ മൾട്ടി ടാലൻറ്റഡ് ഓൾറൗണ്ടർ അജു ചേട്ടൻ. കുറച്ച് നേരം കുറച്ച് തമാശ ഓൾഡ് സ്റ്റോറീസ് ആയി വരണ്ടേ അജു ചേട്ടൻ മോനെ. ലോഡ്സ് ഓഫ് ലവ് ബോത്ത് ഓഫ് യു. അതിന് നിതിൻ്റെ നടന്നില്ല, അത് തന്നെ എനിക്ക് തന്നെ ഒക്കെ ഷൂട്ട് ചെയ്യേണ്ടി വന്നു. അത് തന്നെ നമ്മളധികം രംഗത്ത് ഇറങ്ങിയില്ല. അതന്നെ അല്ലെ വീഡിയോ ഇത്തിരി കൂടി ലെങ്ത് ഉണ്ടായേനെ. പിന്നെ ഇവിടെ മറ്റേ ഇതുണ്ടായിരുന്നില്ലേ, എന്നിട്ടാണ് എല്ലാവരും ഇവിടെ പടക്കം പൊട്ടിയ സമയത്ത് ചേട്ടൻ നല്ല ഉറക്കമായിരുന്നു. ഞാൻ അത് സംസാരിച്ചുകൊണ്ട് വീഡിയോ എടുക്കണം, പക്ഷെ ചേട്ടൻ അത് എഡിറ്റ് ചെയ്തപ്പോൾ അത് കളഞ്ഞിട്ട് അവിടെ മ്യൂസിക് ആക്കി. ഞാൻ പറയുന്നുണ്ട്, ദേ ഇവിടെ ഇതൊക്കെ നടക്കുമ്പോൾ ഇതൊന്നും അറിയാതെ ഒരാളെ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ട് നടക്കണേ. എന്നിട്ടാണ് ചേട്ടൻ കിടന്ന് ഉറങ്ങണതൊക്കെ ഞാനതിൽ സംസാരിക്കുന്നുണ്ട്. അടുത്തത് അംബിക മേനോൻ, സരിതാസ് ഫാദർ റോക്സ്, ഹീസ് എ കൂൾ ഗൈ, എല്ലാ വിട് ദ വേ ഹീ സ്വാം. അച്ഛൻ്റെ ചാട്ടവും നീന്തലൊക്കെ അടിപൊളിയായിരുന്നു. അതുതന്നെയാണ് അതിൻ്റെ ഹൈലൈറ്റ്. ആദർശ് പണിക്കർ, കൊള്ളാം, ഒന്നും പറയാനില്ലെങ്കിലും പറഞ്ഞല്ലേ മതിയാവൂ. ഒരു സമ്പൂർണ്ണ വിഷുത്സവം, തുടക്കം തന്നെ ഗംഭീരം. കൃഷ്ണഭക്തനായി ഉള്ളവനെ പോലെ തന്നെ മറ്റു പ്രേക്ഷകരും വല്ലാത്തൊരു മൂഡിലേക്ക് എത്തിയ, അല്ലെങ്കിൽ പറഞ്ഞറിയിക്കുവാൻ ആവാത്തൊരവസ്ഥയിലേക്ക് എത്തിയ അനുഭൂതി നൽകിയ തുടക്കം. കൃഷ്ണസ്തുതിയും അതിനൊപ്പമുള്ള ആ വർണ്ണചിത്രങ്ങളും ആഹ്ലാദ വെടിമുഴക്കങ്ങളും കുഞ്ഞുകുട്ടിയുടെ സുന്ദരമായ ഡാൻസും എല്ലാം കൊണ്ട് അതിമനോഹരം. പിന്നെ സരിതയുടെ വക, അല്ലെങ്കിൽ സരിതയുടെ നേതൃത്വത്തിൽ ഒരുക്കിയ സദ്യവട്ടങ്ങളുടെ ആ ഭാരത നിറഞ്ഞു നിൽക്കുന്ന നേർക്കാഴ്ച. ആ സദ്യയെ അമ്മ ചേട്ടൻ വീഡിയോ എടുക്കണമെന്നുണ്ടോടുകൂടി അമ്മ പതുക്കെ മുങ്ങി എന്നെ അവിടെ നിർത്തിയിട്ട്. അല്ലെങ്കിൽ അമ്മയാണ് സദ്യക്ക് ഉണ്ടാക്കി, ഞാനെല്ലാം അടുപ്പിച്ചു കൊടുത്താൽ മതിയായിരുന്നു. നേതൃത്വത്തിലൊരുക്കിയ സദ്യവട്ടങ്ങളുടെ ഭാരത നിറഞ്ഞു നിൽക്കുന്ന ഒരു നേർക്കാഴ്ച. പിന്നെ നമ്മുടെ നാടൻ സ്വിമ്മിംഗ് പൂളിന് ഉയരങ്ങളിൽ എത്തിച്ച നീന്തൽ. അതിലേറ്റവും സുന്ദരം കണ്ണം കുളങ്ങര അച്ഛൻ്റെ ഫസ്റ്റ് ജമ്പിങ് ആയിരുന്നു. ഒരു തികഞ്ഞ നീന്തൽ താരത്തെ പോലെ ഒറ്റ കുതിപ്പിന് ജലാശയത്തിൻ്റെ അടിത്തട്ടിലേക്ക് ഊളിയിട്ട് പിന്നെ പൊങ്ങി ആഹ്ലാദചിത്തനായി മലർന്നു കിടന്ന് നീന്തി. ഇതും അച്ഛൻ അറിയാമെന്ന് നിഷ്കളങ്ക ഭാവത്തോടെ ചിരിയും ചിരിച്ച് സൂപ്പർ. പിന്നെ തുന്തുരുവും ചക്കരയും ജഗ്ഗും എല്ലാവരും കൂടി അതിശയ സുന്ദരമായൊരു നീരാട്ട് തന്നെ നടത്തി. അവസാനം ഇലയിട്ട് സദ്യ ശല്യക്കാരനായ രാക്ഷസരാജാവ് നരകാസുരനെ ഭഗവാൻ യുദ്ധത്തിൽ വധിച്ച ആ ദിവസമാണല്ലോ വിഷു എന്ന് ഭാഗവതത്തിൻ്റെ ദശമസ്കന്ധത്തിൽ പറയുന്നു. ഭഗവാൻ നരകാസുരനെ വധിച്ച സമയത്ത് ജനങ്ങൾ ആഹ്ലാദിക്കുകയുണ്ടായി. അതേ ആഹ്ലാദം തന്നെയാണ് ഇവിടെയും ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഭക്തർക്കും, ഭക്തിയില്ലാത്തവർക്കും ഒക്കെ തന്നെ സന്തോഷമായി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വീഡിയോ സന്തോഷഭരിതം, മനോഹരമായ പിക്ചർ ക്ലാരിറ്റി, അതിമനോഹരമായ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, എല്ലാം കൊണ്ടും അത്യധികം സന്തോഷകരമായ ഒരു മികച്ച ടെലിഫിലിം തന്നെയായിരുന്നു വീഡിയോ എന്ന് 100% പറയാം. വീഡിയോയിൽ പങ്കെടുത്ത എല്ലാവർക്കും അതിഥി അല്ലെങ്കിൽ അന്നത്തെ ദിവസം അതിഥിയായി എത്തിയ മാമനും വിശേഷി ആൻറ്റിക്കും എല്ലാവർക്കും വിഷു ആശംസകൾ. വിഷുവിൻ്റെ ദിവസം കഴിഞ്ഞെങ്കിലും മേടമാസം തീരുന്ന വരെ വിഷുവാണ്. ഹാപ്പി, സ്നേഹം, ഇഷ്ടം. അടുത്ത മനോഹര കാഴ്ചകൾക്കും പാട്ടിനുമായിട്ട് കാത്തിരിക്കുന്നു. സ്നേഹം പണിക്കർ. എത്ര സമയം എടുത്തിട്ട് എഴുതണേ ആലോചിക്കണേ. ദീപക്കാണ് നമ്മുടെ എല്ലാ മ്യൂസിക്. ഇപ്പൊ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സൂപ്പർ എന്നിട്ട് നമുക്ക് കുറെ കമന്റ്സ് വരുന്നുണ്ട്. ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമുക്ക് തരുന്നത് ദീപക്കാണ് കേട്ടാ. ദീപക്കിന്റെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഒരു കുട്ടി പാടിയിട്ടുള്ളതാണ്. ക്ലാസ്മേറ്റ് ആയിരുന്നു. കുട്ടി എന്ന് പറയാൻ പറ്റില്ല, കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 10-40 വയസ്സൊക്കെ ഉണ്ടാവും. ദീപക്കിന്റെ പ്രായം ഉണ്ടാവും. അപ്പോൾ ആള് പാടിയിട്ടുള്ളതാണ്. ദീപക്ക് മ്യൂസിക് കൊടുത്തിട്ടുള്ളതാണ് നമ്മൾ വിഷു വീഡിയോയിൽ ഇട്ടത്. വിഷു വീഡിയോയിൽ ഇട്ടോളാൻ പറഞ്ഞാണ് ദീപക്ക് അത് അയച്ചെന്ന്. അടുത്തത് ഷിജി പുന്നോക്കിൽ, കൂടുമ്പോൾ ഇമ്പമുള്ളത് കുടുംബം. എന്ത് രസമായിരുന്നു ഈ വീഡിയോ കണ്ടിരിക്കാൻ. നമ്പർ 1 വീഡിയോ ആയിരുന്നു. ചേട്ടാ സരിതേച്ചി അച്ഛൻ്റെ കുളത്തിലേക്കുള്ള എൻട്രി പൊളിച്ചു. ചിരിച്ച് വയ്യാണ്ടായി. തുന്തുരു പാവം കയർ പിടിച്ചിരിക്കുന്നത് കണ്ടു. സ്വിമ്മിംഗ് പൂളിന് എത്ര ആളുണ്ടെന്ന് അറിയില്ലല്ലോ, മുങ്ങിപ്പോകുമോ എന്ന ചിന്തയിൽ. അച്ഛൻ്റെ നീന്തൽ ഒരു രക്ഷയില്ല, മലർന്ന് നീന്തൽ, എല്ലാം അറിയാം. അച്ഛാ ലവ് യു. സരിതേച്ചി വിഷു അടിച്ചു പൊളിച്ചു. ഇത് കണ്ട് ഞങ്ങളും എൻജോയ് ചെയ്തു. പിന്നെ അടിപൊളി സദ്യയും കഴിച്ചു. എല്ലാവരും ഒന്നും മയങ്ങി. അതിന് ശേഷം നല്ലൊരു മഴയും ചൂടുള്ള ചായയും കുടിച്ച് കൊച്ചു വർത്താനവും പറഞ്ഞത് നിങ്ങളുടെ ഇരുത്തം എല്ലാം കൂടെ വീഡിയോ സൂപ്പർ. ഫസ്റ്റ് ആൻഡ് സൂപ്പർ. വളരെ സന്തോഷം. അടുത്തത് ശ്രുതി പ്രദീപ്, പൂളിലേക്ക് അച്ഛൻ്റെ ചാട്ടം സൂപ്പർ ആയിരുന്നുവെങ്കിലും പിന്നെ നോക്കിയപ്പോൾ പോക്കാന്തവള പൊങ്ങിക്കിടക്കുന്നത് പോലെയായി. അത് കണ്ട് ഞാൻ കുറെ ചിരിച്ചു. ഞങ്ങളോ ചിരിച്ച് ശ്വാസം കിട്ടാണ്ടായി ഞങ്ങൾക്ക് അച്ഛൻ്റെ.
അച്ഛൻ അയ്യോ ചാടല്ലേ അച്ഛ ഇറങ്ങിയാ മതി എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴേക്കും അച്ഛൻ്റെ ചാട്ടം കഴിഞ്ഞു. പിന്നെ അച്ഛനെ കാണാനില്ല, പിന്നെ മൂട് മാത്രം പൊന്തണുള്ളൂ. കുറെ കാലയിൽ നീന്തിയിട്ട് അപ്പൊ എനിക്കൊക്കെ പേടിയായിരുന്നു കാണുമ്പോ. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള അച്ഛൻ്റെ ആ ശരിക്ക് തവള അയ്യോ ചിരിക്കാൻ വയ്യ, ചിരിച്ച് ചത്തു. പിന്നെ ആ വീഡിയോ കണ്ടിട്ട് തന്നെ ഞാൻ എന്തോരം ചിരിച്ചെന്നറിയോ. ആ വീഡിയോ ഞാൻ കുറെ വട്ടം കണ്ടു. എനിക്ക് ഈ പറഞ്ഞ പോലെ ഭയങ്കര ഇഷ്ടമായി ആ വീഡിയോ. ഒരു സിനിമയോ അങ്ങനെ എന്തോ പോലെ നടക്കണ പോലെ. അതില് ഒരു അഭിനയം ഒന്നും തന്നെ ഇല്ല. അതിൽ തന്നെ വേഷവും കോലവും കണ്ടാൽ തന്നെ അറിയാം നമ്മളൊരു വീഡിയോ എടുക്കുകയാണ്. അങ്ങനത്തെ ഒരു ഇതില്ല. നമ്മളെ വീട്ടിലെ നോർമൽ സാധാരണ നാച്ചുറലായിട്ട് എങ്ങനെ അതേപോലെ ആയിരുന്നു അതിൽ പോയി. അത് കഴിഞ്ഞിട്ടൊരു എല്ലാവരും കിടന്ന് ഉറങ്ങിയതും അത് കഴിഞ്ഞിട്ടപ്പോൾ ചായ കുടിക്കായിരിക്കും കറക്റ്റ് ആ സമയത്ത് ഒരു മഴയും ഭയങ്കര രസമായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു ആ വീഡിയോ. ആ ഒരു വീഡിയോ എടുത്തു എന്ന് തന്നെ അറിയില്ല. ചേട്ടൻ ഇങ്ങനെ നടന്നെടുക്കല്ലായിരുന്നേ. അജിത KG അജു സെറജഗു എന്തൊരു വൈബാണോ നിങ്ങളുടെ വീട്. എന്തിനാണ് 2-3 നിലയുള്ള വീട്. ഇന്ന് സെരതയുടെ കുക്കിംഗ് അടിപൊളി, എല്ലാവരും കൂടിയുള്ള സ്വിമ്മിങ് ഈസ് ഓൾസോ ഓസം, കുഞ്ഞുവായുടെ ഡാൻസ് അടിപൊളി, എല്ലാവർക്കും ഹാപ്പി വിഷു. അവളെനിക്ക് ആ ഡാൻസ് പഠിപ്പിച്ചു. നമുക്ക് രണ്ടുപേരും കൂടിയിട്ട് ഷോർട്സ് റീൽസ് എടുക്കാൻ വാവേ അമ്മായിക്ക് പഠിപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചപ്പോൾ എന്നെ പഠിപ്പിച്ചോളൂ. അപ്പം ഞങ്ങൾ രണ്ടാളും കൂടി അത് കളിക്കാട്ടാ. ഉടി ഉടി ജാ ഉടി ഉടി ജാ ആ പാട്ടാണ്. ആ പാട്ടിൻ്റെ അത് ഉമാചന്ദ്. ഇപ്രാവശ്യത്തെ വിഷു പൊളിച്ചുവിട്ട ആജു ചേട്ടൻ എൻ്റെ സരിതേച്ചി. പിന്നെ നമ്മുടെ വിഷുക്കട്ട അടിപൊളി ഫുഡ് തന്നെ. കാരണം ഇപ്രാവശ്യം വിഷുവിന് ഞാൻ എൻ്റെ കൂട്ടുകാരെ ക്ഷണിച്ചപ്പോൾ സദ്യ അവർ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല. പകരം വിഷുക്കട്ട അവർക്ക് ഭയങ്കര ഇഷ്ടമായി. കൂടെ വറുത്തരിച്ച കശുവണ്ടിക്കറിയും. കാരണം അവരാരും വിഷുക്കട്ട എന്താണെന്നുള്ളത് കേട്ടിട്ട് പോലുമില്ല. ഇനി ഒരു ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്താൽ എന്നോട് വിഷുക്കട്ട ഉണ്ടാക്കി കൊണ്ടുവരാനാണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ്. അടുത്ത് റോസ് ബാബു. ഞാൻ നിങ്ങളുടെ ഒരു ആരാധികയാണ്. അജുവിന്റെ പോലെയുള്ള സ്വഭാവമാണ് എൻ്റെ ഭർത്താവിനും. നിങ്ങളെ കാണാൻ ഒരിക്കൽ വരും. തീർച്ചയായിട്ടും വരും. ആളെ കൊണ്ടുവന്നോളൂ. അതെ. രമ്യ രതീഷ്. ഗുഡ് മോർണിംഗ്, ഹാപ്പി വിഷു. അജു ചേട്ടൻ വീഡിയോ പിടിക്കുകയാണെന്ന് അറിയാം. എന്നിരുന്നാൽ പോലും വിഷുദിനത്തിൽ ഞങ്ങളുടെ അജു ചേട്ടൻ വീഡിയോയിൽ ഒന്ന് കാണിക്കാമായിരുന്നു. കണി കണ്ടതിന് ശേഷം ഉറങ്ങി കിടക്കുന്നു കാണിച്ചു. എന്നാലും കുറച്ച് സമയം ജഗ്ഗുവിനെ കൊണ്ട് പിടിപ്പിച്ചാൽ മതിയായിരുന്നു. വിഷു വീഡിയോ സൂപ്പറായിരുന്നു. എല്ലാവരും ഒത്തുകൂടിയപ്പോൾ സന്തോഷം. വ്യത്യസ്തമായ വീഡിയോ. അതെ, എല്ലാവരും ചാട്ടം കഴിഞ്ഞിട്ട് ഞാനിങ്ങോട്ട് കുളിക്കാൻ പോകുന്നു. ഞാൻ കുളിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കുളിക്കാൻ പോന്നു. ആ സമയത്ത് ചേട്ടൻ ഡ്രസ്സ് മാറി ചേട്ടൻ വെള്ളത്തിലിറങ്ങി. കുറച്ച് സമയം എല്ലാവരും കൂടിയിട്ട് കിടന്ന് അർമാദിക്കണമെന്ന് ഞാൻ ഷൂട്ട് ചെയ്യായിരുന്നു എനിക്ക്. എന്നിട്ട് എനിക്ക് കുളിക്കാൻ പോയാൽ മതിയായിരുന്നു അല്ലേ. ഞാൻ കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും എല്ലാവരും കയറി. എല്ലാവർക്കും വിശന്നു. അപ്പോൾ എല്ലാവരും കയറി. പിന്നെ സദ്യ കഴിക്കായിരുന്നു. മൈനു ജോമോൻ. നിങ്ങളുടെ ഇതുവരെയുള്ള വീഡിയോകളിൽ ഏറ്റവും സൂപ്പർ വീഡിയോ. ഒത്തിരി സന്തോഷം തോന്നുന്നു. അച്ഛൻ തുന്തുരു, അമ്മ എല്ലാവരും സൂപ്പർ. നിങ്ങളുടെ കൂടെയായിരുന്നു എങ്കിൽ എന്ന് ഓർത്തു പോകുന്നു. സമ്പത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ പേരിൽ അകറ്റി നിർത്തിയിരിക്കുന്ന കുറച്ച് സ്വന്തക്കാർ മാത്രം മിച്ചം. ഒത്തിരി സന്തോഷം തോന്നിയ വീഡിയോ. അച്ഛനമ്മയോടൊക്കെ ഇടയ്ക്ക് വന്നിക്കാൻ പറയുന്നുണ്ട്. അവർക്ക് അവിടെ കുറേ പണികളില്ലേ. അല്ല, അവർക്ക് വരാൻ പറ്റുമായിരുന്നു ഇത്ര നാളും. അച്ഛന് മാറുന്നൊക്കെ ഇഷ്ടമല്ല. കാരണം അച്ഛന് ആ റൂമിൽ നിന്ന് മാറി കഴിഞ്ഞാൽ വേറെ ഇങ്ങോട്ട് പോലും രാത്രി ഉറക്കില്ല. ചിലവർക്ക് അങ്ങനെയാണല്ലോ. നമ്മൾ സ്ഥിരം കിടക്കണ വീട് റൂം ഇന്ന് അങ്ങോട്ട് മാറി കഴിഞ്ഞാൽ ഉറക്കം ഉണ്ടാവില്ല രാത്രി, സ്ഥലം മാറി കഴിഞ്ഞാൽ. അതുപോലെ അച്ഛന് ഉറക്കം കിട്ടില്ല. ഉറക്കം കിട്ടിയില്ലെങ്കിൽ പിന്നെ പിറ്റേ ദിവസം പകൽ മൊത്തം പോക്ക. BP കൂടും. BP ഉള്ളവർക്ക് BP കൂടും ഉറങ്ങിയില്ലെങ്കിൽ. തലവേദന, അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ വരും. അപ്പം അച്ഛന് ഇഷ്ടമല്ല, എങ്ങോട്ടും പോകാൻ ഇഷ്ടമല്ല അവിടെ നിന്ന്. പിന്നെ അന്ന് വന്നിട്ട് ഉറങ്ങിയെന്നാ പറഞ്ഞേ. മോളടിച്ചിട്ടുണ്ടായിരുന്നില്ല രാത്രി. അത് കാരണം കൊണ്ട് അച്ഛനും മാമനും കൂടി രാത്രി ഇപ്പോൾ അത് കാരണം അന്ന് വലിയ കുഴപ്പമില്ലാണ്ട് ഉറങ്ങിയെന്ന് പറഞ്ഞു. അടുത്ത് അർജുൻ VK. നമസ്കാരം ചേട്ടാ, സരിതേച്ചി, ജഗു. വിഷു ആഘോഷത്തിൻ്റെ ഒരു ദൃശ്യവരും തന്നെയായിരുന്നു. കാണാൻ സാധിച്ചാൽ വളരെയധികം നന്ദി. ഇതുപോലെ എല്ലാവരും ഒരുമിച്ചുള്ള വീഡിയോ കാണുമ്പോൾ മനസ്സ് നിറയെ സന്തോഷമാണ്. വീഡിയോ കണ്ടിരുന്നപ്പോൾ കുറച്ചധികം സമയം കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി. എപ്പോഴത്തെയും പോലെ മനോഹരമായ മറ്റൊരു വീഡിയോ. ഹാവ് എ വെരി ഹാപ്പി ആൻഡ് ബ്യൂട്ടിഫുൾ ഡേ. കുറേ പേര് അത് പറഞ്ഞിട്ടുണ്ട്. വീഡിയോ കഴിഞ്ഞപ്പോൾ വിഷമമായിരുന്നു, കുറച്ചുകൂടി ലെങ്ത് ഉണ്ടായിരുന്നെങ്കിൽ ആഗ്രഹിച്ചു പോയി. സുനിത അനിൽ. ഞാൻ ആദ്യമായാണ് നിങ്ങളുടെ വീഡിയോയ്ക്ക് കമൻറ്റ് ഇടുന്നത്. എന്നിടണമെന്ന് വിചാരിക്കും. ഈ വീഡിയോ കണ്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു. എൻ്റെ അച്ഛനും അമ്മയും ഇപ്പോഴില്ല, അതുകൊണ്ടാവാം. സരിതയുടെ അച്ഛൻ പടക്കം പൊട്ടിയെന്ന് കണ്ടപ്പോൾ എൻ്റെ അച്ഛനെ പോലെ തോന്നി. ഞങ്ങൾക്ക് ഇപ്രാവശ്യം വിഷു ആഘോഷമില്ല, എന്നാലും മനസ്സ് നിറച്ച വിഷു കണിയായിരുന്നു നിങ്ങളുടെ ഈ വീഡിയോ. അപ്പോൾ ഓക്കെ അജു, സരിത, ജഗു, മിഥുൻ അല്ലാട്ടൻ നിതിൻ ഉണ്ടായിരുന്നില്ല, ചേട്ടൻ തന്നെയാണ് ഷൂട്ട് ചെയ്തത്. സരിതയുടെ ഫാമിലിക്കും ബിലേറ്റഡ് വിഷു ആശംസകൾ. അടുത്തത് സുരേഷ് NB. ഞാൻ ഇതുവരെ മെസ്സേജ് ഒന്നും അയക്കാറില്ല, പക്ഷേ ഈ വീഡിയോ കണ്ടപ്പോൾ എന്തോ ഐ ആം ഹാപ്പി. ഞങ്ങളും ഹാപ്പി. റിതം ഓഫ് നേച്ചർ. എല്ലാവരും ഒരേ വൈബാണല്ലോ. അങ്ങനെ നമ്മുടെ നാടൻ സ്വിമ്മിംഗ് പൂൾ വിജയിച്ചതായി പ്രഖ്യാപിച്ചിരിക്കുന്നു. അതന്നെ.
അടുത്തത് മിന്ന. അടിപൊളി സരിത, ഇന്നത്തെ വീഡിയോ കഴിയല്ലേ എന്ന് കരുതി. അച്ഛൻ തോർത്ത് കൊടുത്തപ്പോൾ ഉള്ള സരിതയുടെ കമന്റ് കേട്ടിട്ടുള്ള അമ്മാവൻ്റെ നോട്ടം. ശൈലജ ഹരിദാസ്, എന്തായാലും സരിതയെ അച്ഛൻ സൂപ്പർ. സരിതയുടെ അച്ഛനെ പോലെയായിരുന്നു എൻ്റെ അച്ഛനും. മക്കളോടൊപ്പം എങ്ങനെയായിരുന്നു അച്ഛൻ്റെ വൈബ്. അടുത്ത് കിങ് ഗെയിമർ, സരിതയുടെ അച്ഛൻ്റെ തല എന്നാണ് അജി എപ്പോഴും പറയുക. ഇനി പറയാം സരിതയുടെ അച്ഛൻ്റെ തവളച്ചാട്ടം എന്ന്. അടുത്ത് വൈജയന്തി മനോഹരൻ, വെരി ഹാപ്പി. പഴയ കാലത്തേക്ക് പോയി എന്ന ഇതുപോലെ കൂട്ടുകുടുംബത്തിൽ ആസ്വദിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുള്ളത്. അന്നാണ് ഇതുപോലെ കൂട്ടുകുടുംബത്തിൽ ആസ്വദിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുള്ളത്. ഇന്ന് നിങ്ങളിലൂടെ കാണാൻ കഴിഞ്ഞു. അച്ഛൻ്റെ നീന്തൽ സൂപ്പർ. തുന്തൊരു ഭയന്ന് ഉറച്ചുള്ള നിൽപ്പോ. അച്ഛൻ്റെ ഊഴിയിടലും 2 വട്ടം വീഡിയോ കണ്ടു, അതിമനോഹരം. അടുത്തത് റിയാസ്, പുറത്ത് എല്ലാവരും കൂടി പടക്കം പൂത്തിരി കൊണ്ട് ആഘോഷം ഗംഭീരമാക്കുമ്പോൾ അകത്ത് ഇതൊന്നും അറിയാതെ പാലും കുടിച്ച് തളർന്ന് കിടന്നുറങ്ങുന്ന കുഞ്ഞാവയായ അജുവാണ് എൻ്റെ ഹീറോ. പാലും കുടിച്ചിട്ടെന്ന് പറഞ്ഞ അല്ല കുഞ്ഞാവ, പാല് കുടിച്ച് ഇങ്ങനെ ഉറങ്ങ കുഞ്ഞാവാന്നാണ് ആൾ ഉദ്ദേശിച്ചത്. അടുത്ത സിന്ധു നായർ, അച്ഛൻ്റെ ഫസ്റ്റ് നീന്തൽ തവളയെ പോലെ. അയ്യോ ചിരിച്ച് മതിയായി. നിങ്ങളുടെ വിഷു അടിപൊളി. കുറേ ആളുകൾ വീട്ടിലുണ്ടാകുമ്പോൾ എന്നൊരു ഉത്സവ പ്രതീതിയാണ്. എനിക്ക് വിശേഷ ദിവസം കുറേ ആൾക്കാർ വീട്ടിലുള്ളതാണ് ഇഷ്ടം. അടുത്തത് വ്ളോഗ്സ് ബൈ സിന്ധു. അജേട്ടാ സരിത ജഗ്ഗു കണ്ടതിൽ ഏറ്റവും മനോഹരമായ വിഷുക്കാഴ്ച. അങ്ങനെ കുറേ പേര് കമന്റ് ഉണ്ട്. കുറേ യൂട്യൂബേഴ്സിന്റെ വിഷു വീഡിയോ കണ്ടു, അതിലൊക്കെ വെച്ചിട്ട് നമ്മുടെ ഇഷ്ടമായി എന്ന് പറഞ്ഞു. ജിഷ സന്തോഷ്, അതിമനോഹരമായ വിഷു വീഡിയോയ്ക്ക് നന്ദി. ആരുടെയൊക്കെ വിഷു കണ്ടിട്ടും ഇത്ര മനോഹാരിത ഒന്നിനും ഉണ്ടായിരുന്നില്ല, ഗംഭീരം. വർഗീസ്, കുറേ വിഷു വ്ളോഗ്സ് കണ്ടു, അതിൽ നിന്നൊക്കെ വ്യത്യാസം തോന്നി. ഫസ്റ്റ് സോങ് സൂപ്പർ, എല്ലാവരും കൂടി വിഷു കളറാക്കി. അടുത്തത് ഷീബ പ്രസന്നൻ. അതെ, ഷീബ പ്രസന്നൻ, ഭംഗിയുള്ള വീടും പരിസരവും നന്മയുള്ള ആൾക്കാരും. വളരെ സന്തോഷം തോന്നി കണ്ടപ്പോൾ, മനസ്സ് നിറഞ്ഞു. വിഷുക്കാഴ്ച ഈ വിഷുക്കണി കാണിച്ചവർക്കും കണ്ടവർക്കും ഈ വർഷം മുഴുവൻ നന്നായിരിക്കട്ടെ കൃഷ്ണ. അടുത്തത് സുഗന്ധി PS, എൻ്റെ സരിതയെ തോക്കിൽ കയറി ഇടിയിക്കല്ലേ. അജു ചേട്ടൻ്റെ കഥ കേട്ടിരിക്കാൻ നല്ല രസം, പക്ഷേ സരിത അതിൻ്റെ ഫ്ലോ കളയുന്നു. സരിത കുട്ടി, ഞാൻ പറയുന്നത് പോസ്റ്റ് ആയി എടുക്കണേ, നിങ്ങളോട് ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് കേട്ടോ പറയണേ. ഏതാ അത് നമ്മൾ മൂന്നാർക്ക് പോയിട്ടില്ലേ ഫസ്റ്റ് ചേട്ടാ കഥ പറഞ്ഞതിൻ്റെ ഇടയിൽ ഞാൻ അതും പറയല്ലേ, ഓരോന്ന് കണ്ടിട്ട് അതിൻ്റെ ഇടയിലും ഞാൻ ഓരോ കാഴ്ച കാണുമ്പോൾ അയ്യോ ഇത് നോക്കി എന്ന് പറയും. ചേട്ടൻ ലാഗ് അടിപ്പിക്കുക കഥ പറയുമ്പോൾ ഇടയിൽ ഗ്യാപ്പ്. അതിനെന്തിട്ടാന്നറിയോ, ചേട്ടൻ മുന്നേ വിചാരിച്ച കഥയൊന്നുമല്ലല്ലോ, ആ സമയത്ത് ഓർമ്മ വരുന്ന കഥ പറയല്ല. അപ്പൊ കുറച്ച് ചിലപ്പോ ഓർമ്മകളിൽ നിന്ന് ഇങ്ങനെ എടുത്ത് പറയേണ്ടി വരുമല്ലോ, അതുകൊണ്ടാണ് ലാഗ് വരുന്നത്. അടുത്തത് സന്തോഷ് ഗോപി, സരിതയ്ക്ക് രേവതിയുടെ ചെറിയൊരു ലുക്കുണ്ട്, അതുകൊണ്ട് രേവതി ആയാൽ നല്ലതാവും. അജു കുറച്ച് സമയത്തേക്ക് മോഹൻലാലോ ജഗതിയായി മാറുക, അപ്പം നല്ല രസമുണ്ടാവും. എന്തായാലും 3 ട്രിപ്പ് അടിപൊളി. എനിക്ക് രേവതിയുടെ ചായ ഉണ്ടാ, എനിക്ക് ആരുടെയൊക്കെ ചായ, എൻ്റെ ദൈവമേ. അടുത്തത് ഒരു പ്രവാസി, പാവം, കുറേ നേരം 10 രൂപ നോട്ടുമായി ആ പയ്യൻ 2 സെക്കൻഡ് വെയിറ്റ് ചെയ്തു. എന്നിട്ട് പെട്ടെന്ന് തന്നെ അടുത്ത ഹോട്ടലിൽ കയറി ബീഫും പൊറോട്ടയും കഴിച്ചു. പാവം പയ്യൻ. ആ 10 രൂപ ചേട്ടൻ എന്ത് ചെയ്തു? അമ്മേരയിൽ കൊടുത്തുണ്ടാവും. ദാരിദ്ര്യമായതുകൊണ്ട് ചേട്ടൻ അത് ചെലവഴിക്കാൻ വഴിയില്ല അല്ലേ? അയ്യോ ബഹളം വെച്ചിട്ട് പോണ ആള്. മറിയം ജോർജ്, അജു സരിത ജഗുമോൻ, 3 യാത്ര അടിപൊളിയായി അല്ലേ? ഫോഗ് കൂടെയുള്ള നടത്തം അടിപൊളി. ഞാനും കൂടെ നടന്ന പോലെ, എന്താ ഫീൽ? സൂപ്പർ വീഡിയോ, നല്ല അനുഭവം, ലവ് യു. നല്ല ഇഷ്ടപ്പെട്ട ആളുകൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വീഡിയോ ആണ് കേട്ടത്. മൂന്നാർ അല്ല ജയന്തി ചേച്ചിയുടെ ആ വീഡിയോ പോലത്തെ ഉണ്ടല്ലേ. ജോയ്സ് ഡി കന്ന, വെരി ഗുഡ്, വെരി ക്യൂട്ട് ആൻഡ് ഓസം പിക്നിക് സ്പോട്ട് ഓഫ് മൂന്നാർ ആൻഡ് you 3 enjoyed your picnic very grand and joyful and you enjoyed in the mist very well and it was very awesome. Your video is so super. അയ്യോ എനിക്ക് ആ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഒന്നും കൂടി പോകാൻ തോന്നുന്നു അങ്ങോട്ട്. ആ ബാക്കിയുള്ളവരുടെ കാര്യം പറയണം. അയ്യോ ഭയങ്കര രസാട്ടാ ഈ ചൂട്ടത്തെ, ചൂടെടുക്കുമ്പോൾ നമുക്ക് തോന്നും അവിടെ പോവാൻ, യാത്ര ചെയ്യണ്ട, അവിടെ നിനക്ക് എത്തണ്ടല്ലേ. ആ ഒരു സിനിമയില്ലേ, മറ്റേ സിനിമ, അയ്യോ സിനിമയുടെ പേരെന്തുട്ടാ, ഓരോ ഡോറുകളാ. ആ നമ്മളിങ്ങനെ വിചാരിച്ചു ഇപ്പൊ ഇന്ന സ്ഥലത്തേക്ക് എത്തണം വിചാരിച്ചിട്ട് ഡോർ തുറന്നിട്ട് കടന്ന അവിടെ മൂന്നാർന്ന് വിചാരിച്ചിട്ട് ആ ഡോർ തുറന്ന് കിടന്നു, മൂന്നാറിലേക്ക് എത്തി. അങ്ങനത്തെ അയ്യോ ഒരു കാർട്ടൂൺ മൂവി പേര് മറന്നുപോയി, അയ്യോ മോൺസ്റ്റർ. അപ്പൊ അങ്ങനത്തെ എല്ലാ ഡോറുകളൊക്കെ ഉണ്ട് നല്ലതായിരുന്നു. അമേരിക്ക, അപ്പൊ ആ ഡോർ തുറന്ന് കടന്നു അമേരിക്കയിലേക്ക് എത്തി. യാത്ര ചെയ്യണത് ഒഴിവാക്കാലോ. പക്ഷെ യാത്രകൾ ഭയങ്കര ഇഷ്ടമുള്ള ആളുകൾ ഒരുപാട് പേരുണ്ട്. നമുക്ക് യാത്ര ചെയ്യണ്ട, പക്ഷെ ആ സ്ഥലത്തേക്ക് എത്തണം. അതാണ് എന്നെ പോലുള്ളവരുടെ കുഴപ്പം. മായാദേവി, ഒന്നും പറയാനില്ല അജു, എന്ത് പറയാൻ. അല്ല എൻ്റെ പിറന്നാളിന്
ഒന്നും പറയാനില്ല അജു. എൻ്റെ പിറന്നാളിന് മകൻ കൊണ്ടുപോയത് മൂന്നാറായിരുന്നു. രാത്രി അപാര തണുപ്പായിരുന്നു. നേരം വെളുത്താൽ മതി എന്ന് തോന്നിപ്പോയിട്ടോ. ചിലർക്ക് അങ്ങനെ തോന്നും. സന്ധ്യ ബിജു, എൻ്റെ സരിതേ കഷ്ടമുണ്ട്. ആ മനുഷ്യനൊരു കള്ളം പറയാൻ സമ്മതിക്കില്ല. ഇത്ര സത്യസന്ധത വേണോ സരിതേ? ദേ ചേട്ടൻ പഴയ കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ കയറി ഇനി സംസാരിച്ചാൽ സരിത ഇടി മേടിക്കും. ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, ചേട്ടൻ നല്ല മെമ്മറി പവറാണ്. പഴയ കാര്യങ്ങൾ നടന്ന വർഷമൊക്കെ എന്ത് നല്ല ഓർമ്മയാണ്. സരിത, എൻ്റെ ഒരു സംശയം ചോദിക്കുക. നിങ്ങൾ എന്ത് പറഞ്ഞാലും സിനിമയിൽ ഡയലോഗ് താരതമ്യപ്പെടുത്തി പറയും. ഈ സിനിമ ഒക്കെ ഇടയ്ക്ക് കാണുമോ അതോ ഒരു പ്രാവശ്യം കണ്ട ഓർമ്മയാണോ? സരിത സ്വെറ്റർ ഇട്ടപ്പോൾ കാണാൻ നല്ല രസമുണ്ട്. അയ്യോ, സന്ധ്യ ബിജുവിൻ്റെ വേറൊരു കമൻറ്റ് ഉണ്ടായിരുന്നു. നല്ല, നിങ്ങൾ 2-3 ആഴ്ചയായിട്ട് എൻ്റെ കമൻ്റ് ഒന്നും വായിക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു. ഇതൊരു സിനിമയൊക്കെ ഞങ്ങൾ സാധാരണ പോലെ തന്നെയാണ് കാണുക, എല്ലാവരും കാണുന്ന പോലെ തന്നെ. പിന്നെ ഈ ചില സിനിമകള് തമാശ പിന്നിരുന്ന് കാണും. ഇപ്പോൾ മറ്റേ പൊന്മുട്ടിയിടം താറാവ്, നാടോടിക്കാറ്റ്, പട്ടണപ്രവേശം. നാടോടിക്കാറ്റ് എനിക്ക് അധികം ഇഷ്ടമില്ലേ കാണാൻ. അതിൽ അവർ വിഷമിക്കണത് കാണുമ്പോഴേ, ദാരിദ്ര്യമൊക്കെ കഷ്ടപ്പാടുന്നത് കാണുമ്പോൾ ഇഷ്ടമില്ലേ കാണാൻ. മോഹൻലാൽ കരയണതൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടം. മോഹൻലാലിൻ്റെ അമ്മ മരിക്കുന്ന സീൻ വയ്ക്കില്ല, അതൊക്കെ ഭയങ്കര വിഷമം. പട്ടണപ്രവേശം കാണാൻ ഭയങ്കര ഇഷ്ടം. അത് ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് കാണാം. അതിൽ ആ ബ്ലഡൊക്കെ എടുക്കണ ഭാഗമൊക്കെ ഇല്ലേ, എടുത്തിട്ട് ആ മോഹൻലാലിൻ്റെ ആ സമയത്തെ എക്സ്പ്രഷനൊക്കെ ഭയങ്കര സാരവിന്ദൻ്റെ ബ്ലഡ് എടുക്കുക. അതെ അതെ, അത് ആ സിനിമയൊക്കെ എത്ര വട്ടം കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. പിന്നെ ഇത് പറയുമ്പോ നമുക്ക് പ്ലാനിങ് ഇല്ലാത്ത കഥ പറയില്ല. അതെ, ആ സിറ്റുവേഷനിൽ യോജിച്ചൊരു സിനിമാരംഗം എപ്പോഴും ഓർമ്മ വരും. അപ്പൊ അതിങ്ങനെ പറയും. തോമസ് മംഗലം, വെൽക്കം ടു മൂന്നാർ, നൈസ് ടു മീറ്റ് യു എന്ന് ആരും പറഞ്ഞില്ലേ? ഞങ്ങൾ 2 തവണ പോയിട്ടുണ്ട്. 2 തവണ പോയപ്പോഴും ഞങ്ങളെ വെൽക്കം ചെയ്ത് നമ്മുടെ അണ്ണൻ. മൂന്നാറിന്റെ സ്വന്തം പടയപ്പയായിരുന്നു. പറ്റിയെങ്കിലൊന്ന് പരിചയപ്പെട്ടോളൂ. പടയപ്പ സ്ഥിരമായി പോണ വഴി കൂടെ ഒക്കെ ഞങ്ങൾ കുറെ പോയി. അതിന്റെ എപ്പിസോഡ് വരും കേട്ടാ, പക്ഷേ കണ്ടില്ല. അടുത്തത് രേഷ്മ നരോത്തമൻ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇന്നത്തെ വ്ളോഗ്. നഞ്ചടിക്കാനൊന്നും കമന്റ്, അയ്യോ സോറി, ഞാൻ അധികം ഒന്നും കമൻറ്റ് ചെയ്യാറില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെ. ഇപ്പോൾ എൻ്റെ മോൾക്കും ഇഷ്ടമാണ്. എൻ്റെ ഇളയ മോന് 1.5 വയസ്സ് ആണ്. നിങ്ങൾ നമസ്കാരം പറയുന്നത് വളരെ ഇഷ്ടമാണ് അവന്. അയ്യോ ഒച്ചടാ. ഞങ്ങൾ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പള്ളുരുത്തിയിലാണ്. എൻ്റെ മോളുടെ നെയിം വേദിക ദീപക്, മോൻ്റെ നെയിം വരുൺ ദീപക്, ഞാൻ രേഷ്മ. അപ്പോൾ വരുൺ ദീപക്കിനും വേദിക ദീപക്കിനും ഹായ്. അടുത്ത് റിയാസ്. അജു ചായയുടെ കഥ പറയുന്നത് കേട്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. മോഹൻലാലിൻ്റെ ഒടിയൻ സിനിമ ഇറങ്ങുമ്പോഴുള്ള അവസ്ഥയായിരുന്നു. ഭയങ്കര ഹൈപ്പിൽ വന്നിട്ട് അവസാനം പടം ഇറങ്ങിയപ്പോൾ ദേ കിടക്കണം മൂക്കും കുത്തി. അതുപോലെയായിരുന്നു ചായയുടെയും കഥ. എന്തോ വലിയ സംഭവമാണെന്ന് കരുതി ആകാംക്ഷയോടെ കേട്ട് അവസാനം ചെറിയേട്ടൻ 2 കപ്പ് ചായ കുടിച്ച കഥയാണെന്ന് അറിഞ്ഞപ്പോൾ കഥ കേട്ട ഞാൻ ചിരിക്കണോ കരയണോ എന്നറിയാതെ ഒരു നിമിഷം അന്തം വിട്ട് കുന്തം വിഴുങ്ങിയതുപോലെ ഒറ്റയിരിപ്പായിരുന്നു. അജുവിൻ്റെ മൂന്നാറിലുള്ള നടത്ത ഓട്ടം ചാട്ടം സന്തോഷം എല്ലാം കൂടി കാണുമ്പോൾ ചാർലിയെ പെട്ടെന്ന് ഒരു ദിവസം ഗേറ്റ് തുറന്ന് വിട്ടതുപോലെയുള്ള അവസ്ഥ. എന്താ ചെയ്യേണ്ടത് അതിനെന്നെ തിരിയുന്നില്ല ആ പാവത്തിന്. അതെ, ആ ചായ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് കാലത്ത് വീടുകളിൽ പാല് ചായ എന്ന് പറഞ്ഞ സാധനം ഇല്ല, കിട്ടില്ല. പണിക്ക് പോണ ആളുകൾക്ക് മാത്രമേ കയ്യിൽ കാശുണ്ടാവുള്ളൂ. അപ്പൊ അവരിപ്പോ പുറത്ത് പോയിട്ട് ചായ കടയിൽ പോയിട്ട് ചായ കുടിക്കുന്നത്, ബാക്കിയുള്ളവർക്കൊന്നും ചായ കുടിക്കാൻ പറ്റില്ല. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചായ കുടിക്കാന്ന് പറഞ്ഞ അത്രയും ടോപ്പ് ചായനെ അവിടത്തെ. അതും 2 കപ്പ്. അത് ചായ കൊണ്ടു ഒഴിച്ചപ്പോൾ തന്നെ അതിന്റെ മണം എല്ലാവരെയും ആകർഷിച്ചു. ഒരാള് 10 ചായ വരെ കുടിക്കും കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. മനസ്സിലായ ആ ചായയുടെ വിലയാണ് നമ്മൾ അതിൽ മെയിനായിട്ട് കാണിക്കുന്നത്, പറയുന്നത്. ഞാനത് പറയാൻ മറന്നു അല്ലേ. അടുത്തത് ചെറുട്ടനെ ട്രൗസറിൽ ഒഴിച്ചു നോക്കിയാ പറയണത് ചേട്ടല്ലേ. അത് എനിക്ക് ചിരി നിർത്താൻ പറ്റാണ്ട്. ഗീതാ സന്തോഷ്. അങ്ങനെ അവസാനം 3 ആളും വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയല്ലോ. നിങ്ങളുടെ വീട് അത്ര നല്ല സ്വർഗമാണ്, അതുകൊണ്ടാണ് എവിടേക്കും പോകാൻ തോന്നാത്തത്. സരിതേ, കുഞ്ഞാണ്ടി നല്ല പേരാണ്. നിതിൻ എന്നെ വിളിച്ച പേരാണ് കുഞ്ഞാണ്ടിന്ന്. ആ സ്വെറ്ററൊക്കെ ഇട്ട് വന്നപ്പോൾ 20 ഡിഗ്രിയിൽ ഈ സ്വെറ്റർ ഇട്ടാൽ 5 ഡിഗ്രി തണുപ്പിൽ എത്ര സ്വെറ്റർ ഇടും? 5 ഡിഗ്രി തണുപ്പിൽ പോയി ഞാൻ ചാവും. എല്ലാ വീഡിയോസും കാണാറുണ്ട്. 3 പേരെയും വളരെ വളരെ ഇഷ്ടമാണ്. അന്ന് ഊട്ടിയിലേക്ക് പോയപ്പോൾ 16 ഡിഗ്രി ആയിരുന്നു അവിടെ. എന്നിട്ട് എനിക്ക് പറ്റാണ്ട് ഞങ്ങൾ അപ്പം തന്നെ തിരിച്ചു പോകുന്നില്ലേ. പിന്നെ മഴയും ചെളി പിളി. അടുത്തത് ചിത്ര കോൾട്ടൻ. ഹായ് സരിത, നൈസ് വീഡിയോ, ഐ എൻജോയ്ഡ് ഇറ്റ്. യു ഡു നോട്ട് ഹാവ് ടു ഡ്രീം അബൌട്ട് ജപ്പാൻ. കം ടു കാനഡ, ടൊറൻറ്റോ. യു ഗൈസ് ക്യാൻ സ്റ്റേ വിത്ത് us. വി വിൽ ടേക്ക് യു ടു നയാഗ്ര ഫോൾസ്. അമ്മേ, നയാഗ്ര ഫോൾസ് കാണാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. ഓൺലി 1 hour ഫ്രം അവർ പ്ലേസ്. Now it's spring, beautiful weather. You need a light jacket. I have the same sweater you are wearing.
I'll provide all the warm dresses for you. Achoo. Love you so much, guys. Show us all the pictures Jaggu took. അല്ല, ഷോ അസ് ഓൾ ദ പിക്ചേഴ്സ് ജഗ്ഗു took. ജഗ്ഗു ഫോട്ടോ എല്ലാം എടുത്തോടുന്നേ. ജഗ്ഗു ഇങ്ങനെ മഞ്ഞിങ്ങനെ പോണില്ലേ, മറ്റേ കോടമഞ്ഞിങ്ങനെ പോണതിൻ്റെ കുറച്ച് സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കില്ല, അതിൻ്റെ ടൈം ലാപ്സ് വീഡിയോ എടുത്തതാണ്. ടൈം ലാപ്സ് എടുക്കുമ്പോൾ ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ ചില സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, സമയം പോണതൊക്കെ കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കാലഘട്ടം കടന്നു പോണതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മേഘങ്ങൾ പെട്ടെന്ന് പോണത് ഒക്കെ നമ്മൾ കാണില്ലേ. ടൈം ലാപ്സ് വീഡിയോ എന്ന് പറയും. ഒരു സ്ഥലത്ത് ക്യാമറ സ്റ്റില്ലാക്കി വെച്ചിട്ട് ടൈം ലാപ്സിൽ ഇട്ടേക്കും. മണിക്കൂറുകളോളം എടുത്തിട്ട് അതിനെ അങ്ങനെ സ്പീഡിലാണ് കാണുക. ഒരു മണിക്കൂർ സമയം ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് വീഡിയോ നോക്കുമ്പോൾ വല്ല 5 സെക്കൻഡ് 6 സെക്കൻഡ് ആണുള്ളത്. അപ്പോൾ ഒരു മണിക്കൂർ സമയത്തെ വിഷ്വലാണ് 5 സെക്കൻഡ് കൊണ്ട് നമ്മൾ കാണാം. അത്ര സ്പീഡിൽ കാര്യങ്ങൾ ഇങ്ങനെ. പക്ഷെ അത് ചെയ്യുമ്പോൾ കയ്യിൽ പിടിച്ചെടുക്കാൻ പറ്റില്ല, ട്രൈപോഡുമ്മ വെച്ചിട്ട് അനക്കാണ്ട് വെച്ചിട്ട് എടുക്കണം. അവന് ടൈം ലാപ്സ് വീഡിയോ എടുക്കല് ഭയങ്കര ഇഷ്ടമാണ്. ചേട്ടൻ വല്ല പണിയെടുക്കുമ്പോൾ ഒക്കെ കണ്ടിട്ടില്ലേ, അവനാണ് ഷൂട്ട് ചെയ്യണമെങ്കിൽ ടൈം ലാപ്സ് ഉണ്ടാവും അതിൽ. അപ്പോൾ ഒരു തടം ഉണ്ടാക്കി അതിൽ കുറേ നടന്നതൊക്കെ ഭയങ്കര സ്പീഡിൽ ചെയ്തു പോണത് അങ്ങനെ. അപ്പം അതാണ് അവിടെ ഭംഗി കൂട്ടത്. ആ, പക്ഷെ അത് എടുത്ത് അവൻ വിചാരിച്ച ഭംഗി ഉണ്ടായിരുന്നില്ല ആ വീഡിയോയ്ക്ക്. അവൻ കുറേ സമയം അങ്ങനെ നിന്നു. ആ, കുറേ സമയം നിന്നിട്ട് എടുത്ത വീഡിയോ കൊണ്ടുവന്നപ്പോൾ ഒരു രസം ഉണ്ടായിരുന്നു. Shows all the pictures Jaggu took. Interesting stories of Aju. He always shares old memories. We like them. അടുത്തത് രാജലക്ഷ്മി പ്രേമചന്ദ്രൻ. ജഗ്ഗു ചെറുപ്പല്ലേ, അവർക്ക് തണുപ്പൊരു പ്രശ്നമല്ല. അതന്നെ, അവന് തണുപ്പൊരു പ്രശ്നമല്ല. അടുത്തത് നിഷ മൊയ്തീൻ. അയ്യോ, ഒരു കാര്യം പറയാൻ മറന്നു. ചിത്ര കോൾട്ടൻ പറഞ്ഞില്ലേ ജപ്പാനിലേക്കൊന്നും പോകണ്ട, കാനഡയിലേക്ക് വരാൻ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ജപ്പാൻ കാണാനുള്ള ഇഷ്ടമല്ല, അതിൽ അവിടുത്തെ ആളുകളോടുള്ള ഇഷ്ടം കൊണ്ട് അവിടേക്ക് പോകാൻ തോന്നുന്നത്. അവിടുത്തെ ആളുകളോട് എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നുന്നത്. അവരെന്തെല്ലാം കാര്യങ്ങൾ ഇങ്ങനെ അതിൽ നിന്ന് ഓവർകം ചെയ്തിട്ട് ഇങ്ങനെ വരുന്ന ജനങ്ങളാണ്. പിന്നെ അവരുടെ ആളുകളോടുള്ള പെരുമാറ്റം, അങ്ങനെ കുറേ കാര്യങ്ങൾ അവരിൽ നിന്നും പഠിക്കേണ്ടതെന്ന് പറയില്ലേ. കുട്ടികളെ ഫസ്റ്റ് സ്കൂളിൽ അവിടെ 2 വർഷം പഠിപ്പിക്കുന്നത് ആളുകളോട് എങ്ങനെ പെരുമാറണം, പിന്നെ റോഡിൽ കൂടെ എങ്ങനെ നടക്കണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇത്ര അവിടെ പഠിപ്പിക്കണതും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവരുടെ ആ ഒരു ഇത് അവരോടുള്ള ഇഷ്ടമാണ്. നിഷ മൊയ്തീൻ. അജു ഇനി ഒരു മാസം മിണ്ടരുത്, സരിതയുടെ സഹിക്കാനുള്ള ഈ മാസം കോട്ട കഴിഞ്ഞു. ചിലപ്പോൾ ഇനി കൈവയ്ക്കുമോ പൊന്മുടിയിൽ ഒടുക്കാത്ത ചായ കുടി. അയ്യോ. അടുത്തത് രാഗി സജീവ്. നമ്മുടെ രാഗിയാട്ടാ, സജീവിൻ്റെ ഭാര്യ. ജഗ്ഗു, നിങ്ങൾ ആരും കാണാത്തൊരു ഇത് ഞാൻ എടുത്തിട്ടുണ്ട് സരിതേച്ചി. അയ്യേ, ഇതാണോ നീ ഇത്ര സമയം നിന്നിട്ട് എടുത്ത സാധനം? സാരിലിട ജഗ്ഗു, അല്ലെങ്കിലും കഴിവുള്ളവരെ ഈ ലോകം അംഗീകരിക്കില്ല. അതെന്തിട്ടാന്ന് ഞാൻ പറഞ്ഞില്ല, ഈ ടൈം ലാപ്സ് വീഡിയോ ആണ്, കുറേ സമയം വേണം അതെടുക്കാൻ. അത് എടുത്തു കഴിയുമ്പോൾ ചിലപ്പോൾ 2-3 സെക്കൻഡാണ് വീഡിയോ കിട്ടുക. അപ്പോൾ പക്ഷേ അതിലൊന്നും കാണാനില്ല. മേഘം, ഇവൻ്റെ വിചാരം മേഘം ഇങ്ങനെ സ്പീഡിൽ പോണതും അങ്ങനത്തെ ഒക്കെ സാധനം കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചു, പക്ഷെ ഒന്നും കിട്ടിയില്ല. അത് ഞാൻ ചോദിച്ചേ. അടുത്തത് കഴിയാറായി. അടുത്തത് ഉഷാ രമേശൻ. ചിരിച്ചാണ് സരിതയുടെ സൗന്ദര്യം ഇത്രയും കൂടിയത്, ഒരു സംശയമില്ല. അജു അല്ലെങ്കിൽ ഇത്രയും ചിരിക്കാൻ പറ്റുമോ? അത് ശരി തന്നെയാണ്. പ്രത്യേകിച്ച് ക്യാമറ ഓണാക്കി കഴിഞ്ഞാൽ ചേട്ടൻ ഇങ്ങനെ ഓരോന്ന് പറയും. അല്ലെങ്കിലും ഉണ്ട് കേട്ടോ കുറേ ചിരിക്കേണ്ടത് അല്ലേ. ക്യാമറ ഓണല്ലോ. ഇന്ന് ഓരോന്ന് കഴിയുമ്പോൾ ചേട്ടൻ പറയും ഇത് നമുക്ക് ഷോർട്സ് ആക്കാട്ടെ. ഞാനിങ്ങനെ ഒന്ന് ചിരിക്കണ്ടാവും. അയ്യോ, ഇത് ഭയങ്കര വിറ്റായില്ലോ, ഇത് നമുക്ക് ഷോർട്സ് ആക്കാട്ടാന്ന് പറയും. അടുത്തത് ഷീജ മോഹൻദാസ്. ഞാൻ മൂന്നാർ ഇതുവരെ പോയിട്ടില്ല, നിങ്ങളുടെ വീഡിയോ കണ്ടപ്പോൾ സന്തോഷമായി. ഇനിയിപ്പോ വീഡിയോ അതെ. അടുത്തത് SAR X41. എന്തായാലും യാത്ര സൂപ്പറായി. താല്പര്യമില്ലെങ്കിൽ ഇടയ്ക്കൊക്കെ നല്ലതല്ലേ യാത്ര. ചേട്ടൻ ഇപ്പോൾ ഡയബറ്റീസ് നോർമലായോ? മെഡിസിൻ കഴിക്കുന്നുണ്ടോ? അജു ചേട്ടൻ ഒരു ബുക്ക് എഴുതണം. അത്ര അനുഭവങ്ങളും ഉണ്ട്, നല്ല മെമ്മറിയും ഉണ്ട്. വിഷു വ്ളോഗ് സൂപ്പറായിരുന്നു. മെഡിസിൻ എന്ന് പറഞ്ഞ സാധനം തൊട്ടിട്ടില്ല ഇതുവരെയ്ക്ക് ചേട്ടൻ. അപ്പം ഞങ്ങൾ നിർത്തുകയാണ് കേട്ടോ. ഞങ്ങൾക്ക് സിനിമയ്ക്ക് പോകണം. ഞങ്ങൾ ആ സിനിമ വന്നിട്ട് കണ്ടിട്ട് അതിന്റെ അഭിപ്രായം പറയാം. പേര് ആലപ്പുഴ ജിങ്കാന കേട്ടോ. അപ്പോൾ നമുക്ക് നിർത്താം. അടുത്ത വീഡിയോ കാണാൻ. നന്ദി, നമസ്കാരം.